സാന്നിധ്യം നമ്മൾ അനുഭവിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവിക കൃപ നമ്മൾ പ്രാപിപ്പാൻ കർത്താവിലേക്ക് നമ്മളെ തന്നെ അവൻ അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. എല്ലാ ദൈവങ്ങളും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഏകാഗ്രതയോടെ കർത്താവിനെ സ്തുതിക്കുവാൻ ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ആമേൻ. നമ്മളുടെ എല്ലാ ആകുല ചിന്തകളും നമ്മളിൽ നിന്ന് മാറിപ്പോയിട്ട് കർത്താവിനെ അല്പനിമിഷം കർത്താവിനെ സ്തുതിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവ് ചെയ്ത നന്മകൾ വിടുതലുകളെല്ലാം ഓർത്തുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആമേൻ. വിശുദ്ധന്മാർ കർത്താവിനെ ആദിമ നൂറ്റാണ്ടിൽ ആരാധിച്ചതുപോലെ കർത്താവിനെ സ്തുതിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നില്ല കർത്താവേ. കൂടി വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ വിടുതലും അനുഗ്രഹവുമായി ഇത് ഭവിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഇതിനകത്തുണ്ടാകുവാൻ ഞങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങൾ കൂടി വന്നതിലല്ല ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, അങ്ങ് ഈ ആരാധനയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ പ്രാധാന്യമായിട്ടുള്ള കാര്യം കർത്താവേ. എൻ്റെ യേശുവില്ലാത്ത ഒരു ആരാധനയും ഞങ്ങൾക്ക് കൂടേണ്ട കർത്താവേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അഭിഷേകത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ആരാധിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് മാനിച്ചനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവമേ സ്തോത്രം. ദൈവ മക്കളെ ഓരോരുത്തരെയും അങ്ങ് പേരുവരായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങൾ പാടി ആരാധിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ ആകുല ചിന്തകൾ, ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ ഡിപ്രഷൻ എല്ലാം ഞങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ കർത്താവേ. ദൈവിക സമാധാനത്താൽ ഞങ്ങൾ നിറയപ്പെടുവാൻ ഇടയായി തരണമേ. ദൈവിക സ്നേഹത്താൽ ഞങ്ങൾ നിറയപ്പെടുവാൻ ഇടയായി തരണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു കർത്താവേ. സമ്പൂർണ്ണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ആമേൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവി ആമേൻ ആരാധനയിൽ ഉടനീളം ഞങ്ങളുടെ കർത്താവെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുവാൻ കൂടെ ഇരിക്കണമേ കർത്താവേ. ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങളെല്ലാം അങ്ങ് സ്വീകരിക്കണമേ അപ്പച്ച ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകാഗ്രതയും നിർമ്മലതയും എല്ലാം ഈ ആരാധനയിലുടനീളം വെളിപ്പെട്ടു വരുവാൻ ഇടയായി തരണമേ കർത്താവേ. ദൈവമേ സ്തോത്രം. പരിഹാസത്തോടെ അല്ല അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ആരാധിക്കുവാൻ ഇടയായി തീരേണ്ടത് കർത്താവെ. ആദരവോടെ സ്നേഹത്തോടെ അങ്ങ് ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ വളരെ സിമ്പിളായിട്ട് ഇതിനെ കാണാതെ വേണം സീരിയസ് ആയിട്ട് ഈ ആരാധനയെ ആമേൻ അഭിമുഖീകരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് ബലപ്പെടുത്തണമേ. ഞങ്ങൾ പാടി ആരാധിക്കുന്നത് ഞങ്ങളുടെ ഇടയിലെ രോഗികൾക്ക് സൗഖ്യത്തിന് കാരണമായി തരണമേ കർത്താവേ. വിടുതലിലേക്ക് അങ്ങ് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ പാടി ആരാധിക്കുമ്പോൾ ദേശത്തിന് ഹല്ലേലൂയ സൗഖ്യവും സമാധാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദേശത്താരെങ്കിലും കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവത്തിലേക്ക് അടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ അവരെ അങ്ങ് വിടുവിക്കണമേ കർത്താവേ. ഈ ആരാധനയുടെ സ്വരം കർത്താവേ ഈ ദേശത്ത് മുഴങ്ങുമ്പോൾ ഈ ദേശത്തെ അന്ധകാര ശക്തികൾ ആമേൻ പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് എല്ലാം ആമേൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഇടയായി തരട്ടെ കർത്താവേ. ഈ ദേശം കർത്താവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുവാൻ ഇടയായി തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. പാടി ആരാധിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു വരട്ടെ കർത്താവേ. ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഇനി കുട്ടിവരുത്തുവാനുള്ളവരെ എത്രയും വേഗം കുട്ടിവരുത്തണേ പച്ച. പ്രാർത്ഥനയാചന കേട്ട കരുണയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കറിയാവുന്ന പാട്ട് പഠിക്കുന്നു.
രോഗങ്ങളും മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മനുഷ്യന്റെ മനസ്സിനെ ഹല്ലേലൂയ വേദനിപ്പിക്കുന്ന ഡിപ്രസ്ഡ് ആക്കുന്ന പൈശാചിക പോരുകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആരാധന അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ. ഹല്ലേലൂയ. അത് സ്വീകരിക്കുന്നതിനായി സ്തോത്രം 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 സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ലിജുബ മുമ്പോട്ട് വന്ന് ഒരു സങ്കീർത്തനം നമുക്ക് വേണ്ടി ലേടി. നമുക്ക് എല്ലാവർക്കും എണിച്ച് നിൽക്കാം. സാംസ് 103 നമുക്ക് വായിക്കാൻ പ്രതി വായിക്കാം. എല്ലാവരും എടുത്തൊന്ന് വിശ്വസിക്കുന്നു. Bless the Lord, O my soul, and all that is within me. Bless his holy name. Who forgives all your iniquities, who heals all your disease. Who satisfies your mouth with good things so that your youth is renewed like eagles. He made known his ways to Moses, his acts to the children of Israel. He will not always strive with us, nor will he keep his anger forever. For as the heavens are high and above the earth, so is great his mercy toward those who fear him. As a father pities his children, so the Lord pities those who fear him. As for man, his days are like grass, as a flower of the field, so he flourishes. But the mercy of the Lord from everlasting to everlasting on those who fear him, and his righteousness to children's children. The Lord has established his throne in heaven, and his kingdom rules all over. Bless the Lord, all you his hosts, you minister of his, who do his pleasures. Bless the Lord, all his works in all places of his dominion. Bless the Lord, O my soul. Praise the Lord. നിങ്ങൾ സങ്കീർത്തനം നമ്പർ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് പെട്ടെന്ന് എടുത്ത സങ്കീർത്തനമാണ്. എന്നോട് പാസ്റ്റർ മോർണിംഗ് ഞാൻ കഞ്ഞുണ്ടാക്കുന്ന നേരത്തെ പാസ്റ്ററിൻ്റെ മെസ്സേജ് വന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കണ്ട, ബിക്കോസ് പ്രിവ്യൂവിൽ ഞാൻ കണ്ടു. പിന്നെ ഞാനിങ്ങനെ ഓർത്തു ചിലപ്പോൾ പാസ്റ്റർ എല്ലാവരെയും വിളിച്ചിട്ടായിരിക്കും അവസാനം എന്നെ വിളിക്കണ്ടാവോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ പറഞ്ഞേക്കാം, എൻ്റെ അല്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം നോക്കിയപ്പോൾ അടുത്ത സൺഡേ ഉണ്ടെയാ. അപ്പോൾ ചിലപ്പോൾ നിനക്ക് എന്നെ ഒന്നുകൂടി സഫർ ചെയ്യേണ്ടി വരും. ഏതായാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊന്നും പ്രിപ്പയർഡ് അല്ല, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ദൈവം നമ്മളോട് എന്തോ സംസാരിക്കണ്ടേ അത് മാത്രം. നിങ്ങൾക്ക് ഒരു വാക്യം പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ദർ ഇസ് നോ നീഡ് ദാറ്റ് ഹോൾ സങ്കീർത്തനം നമുക്ക് അറിയണം. പക്ഷേ ഒരു വാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ടാവണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കുവാണെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. ആദ്യത്തെ വാക്യം അവിടെ സങ്കീർത്തനം 6 സങ്കീർത്തനമായത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ടൈറ്റിൽ അവിടെ പറയുന്നു സാംസ് ഓഫ് ഡേവിഡ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ഉള്ള സങ്കീർത്തനമാണ്. ദാവീദ് ദൈവത്തിനെ പ്രൈസ് ചെയ്യുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് ദാവീദ് പ്രൈസ് ചെയ്യുന്നു. നമ്മളിവിടെ എന്തിനാണ് വന്നേ? നമ്മളിപ്പോൾ ആരാധിക്കാൻ പോകുന്നത് എന്തിനാണ്? നമ്മൾ ദൈവത്തിൻ്റെ നന്മകളെ ഓർത്തിട്ടാണ്, അതിനു വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ നന്മകൾ എത്രമാത്രം നമുക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുണ്ട് അല്ലേ, എണ്ണാൻ പോലും നമുക്ക് പറ്റത്തില്ല. എനിവൺ കൻ കൗണ്ട് ദ ബ്ലെസ്സിങ്സ്. ചിൽഡ്രൻ ലുക്ക് ഹിയർ, ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. യാ, എണ്ണാൻ പോലും വി കനോട്ട് count the blessings of the Lord, right? If you start counting it, it will be n numbers. അല്ലേ? നമുക്ക് ആദ്യത്തെ വാക്യം വായിക്കാം. Bless the Lord, O my soul, and all that is within me. Bless his holy name. Bless the Lord, O my soul,
ആൻഡ് നോ forget not all his benefits. ദാവീദ് അവിടെ ദാവീദിന്റെ സോളിനോട് പറയുവാണ്. നമ്മുടെ സോളിനോട് നമ്മൾ പറയില്ല. നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ താൻ സംസാരിക്കുമല്ലോ, കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ സംസാരിക്കുമല്ലോ. അതുപോലെ ദാവീദ് അവനെ തന്നെ പറയുവാണ്, അവൻ്റെ സോളിനോട് പറയുവാണ്, വി ഷുഡ് റിമെമ്പർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ലോർഡ്, വി ഷുഡ് ബ്ലെസ് ഹിം, അല്ലേ? ആൻഡ് ഓൾ ദാറ്റ് ഈസ് വിത്തിൻ മീ. നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പാട്ട് പാടിയല്ലോ, എന്നുള്ളമേ സ്തുതിക്കാൻ. അത് കേട്ട് എന്തുവായിരുന്നു? എൻ്റെ അന്തരങ്ങളെ, അങ്ങനെ എന്തോ, എൻ്റെ അന്തരങ്ങളെ സ്തുതിക്കുവാണ്, സ്തുതിക്കുവാന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അന്തരങ്ങളെ, വാട്ട് എവർ വി ഹാവ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൈയൊക്കെ അടിക്കുന്നത്, അല്ലേ? നമ്മുടെ കൈ ദൈവം തന്നാറുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കൈ കൊണ്ട് അടിക്കുന്നു, അല്ലേ? ദാവീദൊക്കെ എന്ത് കിട്ടിയാലും, അവന് ഹാർപ്പ് ഉണ്ടായിരുന്നു, അവൻ എന്ത് ചെയ്യുന്നു? ഹി യൂസ് ടു യൂസ് ഹാർപ്പ്. എന്തുണ്ടായാലും നമ്മുടെ വായ കൊണ്ട്, നമ്മുടെ എല്ലാം കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെന്ന് ദാവീദ് പറയുന്നത്. ദാവീദ് അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് സ്തുതിക്ക് കൊടുക്കുന്നത്. ഏത് സങ്കീർത്തനം കണ്ടാലും, ഈ സങ്കീർത്തനത്തിൽ കംപ്ലീറ്റ് അതന്നെയാണ്. പക്ഷെ എന്ത് സങ്കീർത്തനം ദാവീദ് കണ്ടാലും ഫസ്റ്റ് ഹി ഓൾവേസ് താങ്ക് ഗോഡ്, ബിക്കോസ് അവനെ അത്രമാത്രം ട്രസ്റ്റാണ് ദൈവത്തിൽ. ദൈവമില്ലെങ്കിൽ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അവൻ്റെ സ്ട്രെങ്ത് കൊണ്ടോ ഒന്നുമല്ല. അവനൊരു ലയണിനെ ഫേസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് സ്ട്രെങ്ത്. അവനൊരു ബെയറിനെ ഫേസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് സ്ട്രെങ്ത്. അവനൊരു ഗോലിയാദിനെ ഫേസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് സ്ട്രെങ്ത്. ഹൂ ഈസ് സ്റ്റാൻഡിങ് വിത്ത് ഹിം? ആരാണ് അവൻ്റെ കൂടെ നിൽക്കണേ? ദൈവം അവൻ്റെ കൂടെ നിൽക്കണേ. ആ ഒരു ബലത്തോടെയാണ് അവൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഹീസ് പ്രൈസിങ് ഗോഡ്, അല്ലേ? പിന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവം ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ നന്മ കാരണമുണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ ഒന്നും നിൽക്കത്തില്ല, അല്ലേ? എത്ര പേരുടെ ടെസ്റ്റിമണീസ് നമുക്കറിയാം, അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് നമുക്കറിയാം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്സിന് നമുക്കറിയാം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കില്ല, ഇവിടെ വരത്തില്ല, ഒരിക്കലും വരത്തില്ല. അപ്പോൾ ദൈവത്തിനെ നമ്മൾ സ്തുതിക്കാം. നമ്മൾ അതിനുവേണ്ടി സമയം എടുക്കുന്നുണ്ടല്ലോ. എല്ലാ നന്മകളെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. വി ഷുഡ് റിമെമ്പർ ഓൾ ദ തിങ്സ് ഗോഡ് ഹാസ് ഡൺ. അങ്ങനെയാണ് ദൈവം അവിടെ. അതുകൊണ്ടാണ് താഴെ എഴുതിയിരിക്കുന്നത്, ആൻഡ് നോട്ട് ഫോർഗെറ്റ് ഓൾ ഹിസ് ബെനിഫിറ്റ്സ്. നമ്മുടെ എന്തുവാ മലയാളത്തിൽ വായിച്ച സെക്കൻഡ് പാർട്ട്? ഒന്നും മറക്കരുത്, അല്ലേ? ഒന്നും മറക്കരുത്. ഇസ്രായേലൈറ്റ്സ് എന്ത് ചെയ്തു? എത്രമാത്രം ദൈവം അവരെ നടത്തിയില്ലേ? ആ സ്ലേവിൻ്റെ പൊസിഷൻ അവരെ പിടിച്ചെടുത്തു, അവിടെ കൊണ്ടുപോയി അവർക്ക് കഴിക്കാനുള്ളത് എല്ലാ ദിവസത്തിൻ്റെ ആഹാരം കൊടുത്തു, മീറ്റ് കൊടുത്തു, ചെരുപ്പ് അവരുടെ ഇതാവണില്ല, തേമാനം വരണില്ല, വസ്ത്രങ്ങൾ അവരുടേതാണ്. പക്ഷേ ബട്ട് സ്റ്റിൽ വാട്ട് ഹാപ്പൻ? ദേ ഫോർഗോട്ട് വാട്ട് ഗോഡ് ഡിഡ്, അല്ലേ? അവർ മറന്നു കളഞ്ഞു. പക്ഷെ എന്നാലും ദൈവം അവരെ സഹിച്ചു, അല്ലേ? അവരെ അത്രയും പിന്നെയും സഹായിക്കാൻ. പക്ഷെ എന്നാലും അവർ മറക്കുവാണ്. അതാണ് ദാവീദ് അവിടെ പറയുന്നത്, നമ്മൾ ഒരിക്കലും മറക്കരുത്. ദൈവം ചെയ്ത നന്മകൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചറാണ്. നമ്മൾ എന്ത് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വി ഓൾവേസ് ടെൻഡ് ടു ഫോർഗെറ്റ് ഇറ്റ്. പക്ഷേ ദൈവം ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും മറക്കരുത്. വി ഷുഡ് ഓൾവേസ് റിമെമ്പർ വാട്ട് ഹി ഹാസ് ഡൺ ടു അസ്. താഴെ അവിടെ എഴുതിയിരിക്കുന്നു ദൈവം എന്തൊക്കെ ചെയ്തു എന്ന് അവിടെ താഴെ എഴുതിയിരിക്കുന്നു. ഹൂ ഫോർഗീവ്സ് ഓൾ ഹിസ് ഇനിക്വിറ്റീസ്. ഫസ്റ്റ് തിങ് ഹി സേയിങ്, ഹൂ ഫോർഗീവ്സ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും ഇല്ലെങ്കിൽ, ഒരു ബ്ലെസ്സിങ് ഇല്ലെങ്കിൽ, ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്തുവാ? പാപത്തിൽ നിന്ന് മോചനം കിട്ടുന്നതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. നിങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല, പൈസയില്ല, ഒന്നുമില്ല, ഒരു ബ്ലെസ്സിങ്സ് ഇല്ലെങ്കിലും ഇതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആണ് ദാവീദ് അവിടെ കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ആദ്യം ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഹൂ ഫോർഗീവ്സ് ഓൾ യുവർ ഇനിക്വിറ്റീസ്. ദൈവം അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച കാരണം അവനെ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. സാമുവേലിൽ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ, അതിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് സാമുവേലിൽ ഹന്ന എന്തുവാ പ്രാർത്ഥിച്ച്? ഹന്ന പ്രേയർഡ് ആൻഡ് സെഡ്, ഫസ്റ്റ് സാമുവേൽ സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് വായിച്ച്, അവിടെ എവിടെയോ ഒരു ഇതുണ്ടല്ലോ. വായിച്ചോ. ആരാ വായിച്ചേ? ദീപകാണോ വായിച്ചത്? ഓ, രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു, അല്ലേ? ഐ റിജോയ്സ് ഇൻ യുവർ സാൽവേഷൻ. രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. അവനെ രക്ഷിച്ചനെ സന്തോഷിക്കുന്നു. ദൈവം നമ്മൾ ഈ രക്ഷ തന്നത് ഒത്തിരി വലിയ, പാസ്റ്റർ പലപ്പോഴും നമ്മളെ റിമൈൻഡ് ചെയ്യാറുണ്ട്, ദ സാൽവേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ് വാട്ട് ഗോഡ് ഹാസ് ഡൺ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് സാൽവേഷൻ. അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് സ്തുതിക്കാം. നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചതിനായി സ്തുതിക്കാം. ആ ക്രൂശിൽ കിടന്ന ഒരു നീഡില്ല. ദെർ വാസ് നോ നീഡ് ഫോർ ജീസസ് ടു കം ഹിയർ.
ഇവിടെ വരാനുള്ള ഒരു ഇതില്ല, പക്ഷെ നമ്മളോട് ആ ഒരു സ്നേഹം കാണിച്ചു. അല്ല, അത്രമാത്രം സ്നേഹം കാണിച്ചിട്ട് ദൈവം തന്നെ ഇറങ്ങി വന്നു, നമ്മുടെ പാപത്തിന് വേണ്ടി ഇറങ്ങി വന്നു. അതിനെ നമ്മൾ ദൈവത്തിന്. അത് കഴിഞ്ഞിട്ടാണ് ദാവീദ് അവിടെ പറയുന്നത്, ഹു ഹീൽസ് യുവർ ഡിസീസ്. നമുക്ക് എല്ലാവർക്കും രോഗസൗഖ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ആരും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇല്ല പറയാൻ പറ്റില്ല എനിക്ക് രോഗസൗഖ്യം കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഗോഡ് ഹാസ് ഹീൽഡ് അവർ സിക്നസ്. ഹു റിഡീംസ് യുവർ ലൈഫ് ഫ്രം ഡിസ്ട്രക്ഷൻ. നമ്മുടെ ലൈഫ്, ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. വി മേ ഹാവ് ലോസ്റ്റ് അവർ. നമ്മുടെ നശിച്ചു പോയായിരുന്നു. പക്ഷേ ദൈവം നമ്മളെ വീണ്ടെടുത്തു. യു റിഡീംസ് യുവർ ലൈഫ് ഫ്രം ഡിസ്ട്രക്ഷൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹു ക്രൗൺസ് യു വിത്ത് ലവിങ് കൈൻഡ്നസ് ആൻഡ് ടെൻഡർ മെർസീസ്. ഹു സാറ്റിസ്ഫൈസ് യുവർ മൗത്ത് വിത്ത് ഗുഡ് തിങ്സ് സോ ദാറ്റ് യുവർ യൂത്ത് ഈസ് റിന്യൂഡ് ലൈക്ക് ഈഗിൾസ്. അല്ലേ, അവിടെ പറഞ്ഞു ഹു സാറ്റിസ്ഫൈ യുവർ മൗത്ത് വിത്ത് ഗുഡ് തിങ്സ് സോ ദാറ്റ് യുവർ യൂത്ത് ഈസ് റിന്യൂഡ് ലൈക്ക് ഈഗിൾ. അത്രമാത്രം അവിടെ എല്ലാം ദൈവം, ദാവീദ് അത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് എല്ലാം ഓർത്ത് നമ്മൾ ഇതൊക്കെ ഓർത്ത് നമ്മൾ എപ്പോഴും ദൈവത്തിനെ നമ്മൾ സ്തുതിക്കണം. പിന്നെ നമുക്ക് വായിക്കാം, നമുക്ക് താഴെ പിന്നെ എഴുതിയിരിക്കുന്നു 8th വേഴ്സിൽ പറയുന്നു, 7th വേഴ്സിൽ പറയുന്നു, ഹി made known his ways to Moses, his acts to the children of Israel. Lord is merciful and gracious, slow to anger and abounding in mercy. ദൈവം ഈസ് സ്ലോ ടു ആങ്കർ. അത് ഇസ്രായേലൈറ്റ്സിൻ്റെ കാര്യം പറയുവാണ്. ഇസ്രായേലൈറ്റ്സ് എത്രമാത്രം മർമർ ചെയ്തു, പക്ഷെ എന്നാലും ദൈവം അവരെ കരുണ കാണിച്ചു. ഹി വാസ് ഗ്രേഷ്യസ്, ഹി വാസ് സ്ലോ ടു ആങ്കർ ആൻഡ് അബൗണ്ടിങ് ഇൻ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ചില സമയത്ത് ഒത്തിരി നമ്മുടെ മർമരം, ഇത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, നമ്മൾ ഒത്തിരി പ്രാവശ്യം ചെയ്യാറുണ്ട്. പക്ഷേ ഗോഡ് ഈസ് merciful and gracious, slow to anger, abound in mercy. He will not always strive with us, nor will he keep his anger forever. He has not dealt with us, 10th verse, he has not dealt with us according to our sins, nor punished us according to our iniquities. നമ്മുടെ പാപത്തിൻ്റെ അത്രയും മാത്രം ദൈവം നമ്മളെ പണിഷ് ചെയ്തിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. നമ്മളെ പണിഷ് ചെയ്യുമായിരുന്നെങ്കിൽ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം നമ്മളോട് അത്രമാത്രം കരുണയുള്ള ദൈവമാണ്. ആ കരുണയുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കാൻ വന്നിരിക്കുന്നത്, അല്ലേ? പിന്നെ വായിക്കുന്നു, 17th വേഴ്സിലും അത് തന്നെയാണ് പറയുന്നത്. ബട്ട് ദ mercy of the Lord is everlasting to everlasting on those who fear him, and his righteousness to children. അല്ലേ, അങ്ങനെ അവിടെ പറയുന്നു. പിന്നെ പറയുന്നു 18th വേഴ്സിൽ പറയുന്നു, to such is keep his covenant and to those who remember his commandments to do them. Lord has established his throne in heaven and his kingdom rules all over. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ കരുണ അത്രമാത്രം ദൈവം നമ്മളോട് കരുണ കാണിച്ചു. ഈ എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ആണ് അവിടെ പറയുന്നത്. പിന്നെ അവസാനമായിട്ട് അവിടെ പറയുന്നു, ദാവീദ് പറയുന്നു, ബ്ലെസ് ദ ലോർഡ് യു ഹിസ് ഏഞ്ചൽസ് ഹു എക്സൽ ഇൻ സ്ട്രെങ്ത്, who do his word, heeding the voice of his word. Bless the Lord all you host. അവിടെ ഏഞ്ചൽസിനോട് പറയുവാണ് ബ്ലെസ് ദ ലോർഡ്. അവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലെസ് ദ ലോർഡ് all you his host, you ministers of his who do his pleasure. Bless the Lord all his works in all place of dominion. Bless the Lord, O my soul. അങ്ങനെയാണ് ദാവീദ് അവിടെ പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തെ സ്തുതിക്കാനാണ് എല്ലാവരോടും ദാവീദ് അവിടെ എൻകറേജ് ചെയ്യുന്നത്. നമ്മളും അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഞാൻ അധികം സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ചെയ്ത നന്മകൾ, എന്ത് നന്മകളായിക്കോട്ടെ, ചെറിയ നന്മകളായിക്കോട്ടെ, വലുതായിക്കോട്ടെ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ലോസ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം ആ ലോസ് പോലും കൺവേർട്ട് ചെയ്യും. നമ്മുടെ യോബിൻ്റെ ജീവിതത്തിൽ കണ്ടല്ലോ എത്രമാത്രം റിച്ച് ആയിരുന്നു യോബ്, പക്ഷെ അവനെ സീറോയിലേക്ക് കൊണ്ടുവന്നു, അല്ലേ? പക്ഷെ യോബ് എന്തുവാ പറയണേ? അവസാനം യോബ് പറയുവാണ്, ദൈവം എനിക്ക് തന്നു, ദൈവം എടുത്തു എന്നാണ് അവൻ പറയണേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സീറോ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ സീറോന്ന് ദൈവം നമ്മളെ 100ലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ഫുൾനെസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവത്തിന് ശക്തനാണ്, അല്ലേ? ദൈവം എന്തോ ചെയ്തത്? യോബിന് എന്തോ ചെയ്തേ?
പിന്നെയും എല്ലാം ഡബിളായിട്ടാണ് റിട്ടേൺ ചെയ്തത്. മക്കൾമാർ പോലും ഡബിളായിട്ടാണ് റിട്ടേൺ ചെയ്തത്. ആ ദൈവത്തെയാണ് നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കാൻ വന്നത്. നമ്മളിവിടെ ഇപ്പോൾ കുറച്ച് നേരം നമ്മൾ ദൈവത്തിനെ ആരാധിക്കാൻ പോകുള്ളൂ. ആ ഒരു ദൈവത്തിൻ്റെ നന്മകൾ ഓർക്കുക, ദൈവം ചെയ്ത എല്ലാ നന്മകളും ഓർക്കുക, അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം നമ്മളെ രക്ഷ കൊടുത്തു, അത് ഓർക്കുക. ദൈവത്തെ നമുക്ക് വേണ്ടി മരിച്ചു, അതൊക്കെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക. ഞാനൊരു പാട്ട്, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ പാടുന്ന പാട്ടാണ്. വി യൂസ് ടു സിങ് ദിസ് വെൻ സൺഡേ സ്കൂൾ. ഇവിടെയും എല്ലാം പിള്ളേർക്കും അറിയാം. ആ പാട്ട് നമുക്ക് പാടിയിട്ട് നമുക്ക് ഇരിക്കാം. Count your blessings, name them one by one. Let's sing this song. Count your blessings, name them one by one. Count your blessings, say what God has done. Count your blessings, name them one by one. Count your many blessings, see what God has done. Next stanza. When upon life's below you are tempest tossed, when you are discouraged thinking all is lost, count your many blessings, name them one by one, and it will surprise you what the Lord has done. Count your blessings, name them one by one. Count your blessings, see what God has done. Count your blessings, name them one by one. Count your many blessings, see what God has done. When all is lost, what we need to do? When all is lost, what we need to do? Count your blessings. Remember your blessings. നമ്മുടെ നഷ്ടങ്ങൾ വന്നാൽ നമ്മൾ ആരെ എന്ത് ചിന്തിക്കണേ? ദൈവം ചെയ്ത പഴയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഗോഡ് വിൽ ഡെഫിനറ്റ്ലി ബ്ലെസ്. ഈ വാക്കുകളാൽ എനിക്ക് തോന്നുന്നു മേ ബി ഗോഡ് മൈറ്റ് ഹാവ് സ്പോക്കൺ ടു യു. ഈ വാക്കുകളിൽ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തന പ്രബോധനം കേൾക്കുവാൻ നമ്മളെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. കൗണ്ട് യുവർ ബ്ലെസ്സിങ്. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി നമ്മുടെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും ഒറ്റ കാര്യം ചിന്തിക്കുക. എന്തുവാ? പാപത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകിയത് എൻ്റെ യേശുവാ. അതിനാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, മറ്റൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപത്തെ ക്ഷമിച്ച കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. അതൊരു ഇംഗ്ലീഷ് ഗാനം, അവർ ഫാദർ എവർലാസ്റ്റിംഗ് എന്നുള്ള ഗാനം ആദ്യം പാടുക. നമ്മൾ ധ്യാനത്തോടെ കർത്താവിനെ പാടി ആരാധിക്കാം. Creating one, God Almighty, through your Holy Spirit, conceiving Christ the Son, Jesus our Savior. I believe in God our Father, I believe in Christ the Son, I believe in the Holy Spirit, our God is three in one. I believe in the resurrection that gave Christ again, for I believe in the name of Jesus. Our judge and our defender suffered and crucified. Forgiveness is in Him. Descended into darkness, you rose in glorious light, forever seated high. I believe in God our Father, I believe in Christ the Son, I believe
മനസ്സിലാക്കുന്നത് ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ളൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാട്ട് അങ്ങ് പാടിയാൽ മതി അല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി? ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യനാന്ന് പറയുന്നത്? ബിക്കോസ് ഐ ബിലീവ് ഇൻ ജീസസ് ഈസ് റിസറക്റ്റഡ് ഫ്രം ദ ഡെഡ്. ഐ ബിലീവ് ഇൻ ഗോഡ് ദ ഫാദർ, ദ സൺ, ദ ഹോളി സ്പിരിറ്റ്. ഈ ഒരു കാര്യമാണ് ആ പാട്ടുകാരനോട് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഐ ബിലീവ് ഇൻ ദ റിസറക്ഷൻ, ദാറ്റ് വി വിൽ റൈസ് അഗൈൻ. എൻ്റെ വിശ്വാസത്തിൻ്റെ കാതലായത് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഞാനും ഉയർത്തെഴുന്നേൽക്കും. അതാ ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. വാട്ട് ഐ ബിലീവ് ഇസ് ഐ വിൽ റൈസ് അഗൈൻ. ആ ഒരു പ്രത്യാശയായിരിക്കണം നമ്മുടെ മുഖത്തുണ്ടായിരിക്കട്ടെ. പ്രതിസന്ധികൾ നമ്മളെ തട്ടുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും പറയേണ്ട കാര്യം, ഐ വിൽ ബി റിസറക്റ്റഡ്. ഹല്ലേലൂയ. ഈ മരിച്ച അവസ്ഥയിൽ നിനക്ക് ജീവനുണ്ടാകും. എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്നൊരു പരിഹാരം എനിക്കുണ്ടാകും. ഹല്ലേലൂയ. എൻ്റെ ഈ വേദനയ്ക്ക് എനിക്കൊരു സന്തോഷമുണ്ടാകും. അതാണ് യേശു ക്രിസ്തു. നീ കടന്നു പോകുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം നൽകുന്നവനാ യേശു. നീ കടന്നു പോകുന്ന വേദനയ്ക്ക് സൗഖ്യം നൽകുന്ന യേശു. യേശു പറഞ്ഞു, ഞാൻ മരിച്ചാലും ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനും. അത്രയും വലിയ മിറക്കിൾ വേറൊന്നുമില്ല. ഇന്ന് നമ്മൾ കേട്ട വാക്യം പോലെ ഏറ്റവും വലിയ ദൈവം ചെയ്ത മിറക്കിൾ എൻ്റെ രക്ഷയാണ്. ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിൽ ഇങ്ങനെ ഉണ്ട്, ഒരു പാസ്റ്റർ ഇങ്ങനെ ആ ഒരു ദേശത്ത് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് അനേക രോഗികൾ സൗഖ്യം, വീൽ ചെയറുള്ളവരൊക്കെ എഴുന്നേൽക്കുന്ന ഒരു പണ്ടത്തെ ഒരു വീഡിയോയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. അത് അനൗൺസ്മെൻറ്റ് നടത്തി എൻ്റെ ചെവിയിൽ ഇപ്പോഴും ആ വാക്കുകൾ തന്നെയാണ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ മിറക്കിൾ നോൺ ടു മാൻ is a new perfect experience. When you and I experience salvation from sin, it is the greatest miracle. Hallelujah. അവിടെ കൂടിയ ജനങ്ങളെല്ലാം ആ ചെയറിൽ വീൽ ചെയറിൽ ഇറങ്ങുന്ന ആൾക്കാരെ കുറിച്ച് മിറക്കിൾ പറയുമ്പം അവസാനത്തെ കൺക്ലൂഡ് ചെയ്തത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ മാനസാന്തരത്തെയാണ് ഏറ്റവും വലിയ മിറക്കിളായി ഭാവിക്കുന്നത്. ആ ഒരു മിറക്കിൾ എൻ്റെ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ പാട്ടുകാരൻ പറയുന്ന പോലെ ഐ വിൽ റൈസ് അഗൈൻ. ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാവരും കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാ അല്ലേ? നമ്മൾ ഈ കരങ്ങൾ അടിക്കുന്നത് നമുക്ക് പ്രശ്നമില്ലാഞ്ഞിട്ടാണോ? വേദന ഇല്ലാഞ്ഞിട്ടാണോ? നഷ്ടങ്ങളില്ലാഞ്ഞിട്ടാണോ? അല്ല, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. അതിനാണ് നമ്മൾ കരമടിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഒരുപക്ഷെ നിങ്ങളൊരു മിസ്രൈമിൻ്റെ അവസ്ഥയായിരിക്കും, അടിമയിലെ അല്ലേ വേദനപ്പെടുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ നാളെ ഒരു വിടുതലുണ്ട്. അതാണ് ക്രിസ്തീയ ജീവിതം. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയിൽ ജീവിക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. ഒരു പുനരുത്ഥാനവും ഒരു പ്രത്യാശയുമുള്ളതാണ്. ഹല്ലേലൂയ. അടുത്ത ഗാനം നമുക്ക് ചേർന്ന് ധ്യാനത്തോടെ പാടി കർത്താവിനെ സ്തുതിക്കാം. ധ്യാനത്തോടെ ഹൃദയത്തിൽ നിന്ന് പാടി. യേശുവേ
ചീടുവാൻ കൃപ തോന്നി എന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ. നീ മാത്രമേ, നീ മാത്രമേ, എന്റെ യേശുവേ, എന്റെ ജീവനേ, എന്റെ ആശയേ, നീ ഒന്നു മാത്രമേ. എന്റെ യേശുവേ, എന്റെ ജീവനേ, എന്റെ ആശയേ, നീ ഒന്നു മാത്രമേ. പരിശോധനകൾ, മനോവേദനകൾ, ഭയമേതും നിതമെന്നിൽ വന്നിടുമ്പോൾ പരിപോലും കുറവില്ല സ്നേഹമെന്നിൽ ചൊരിഞ്ഞിടും നാഥൻ പോക്കുവഴിയും തരും. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ, ആത്മസഖി എന്റെ യേശുവേ, എന്റെ ആശയേ, നീ ഒന്നു മാത്രമേ. എന്റെ യേശുവേ, എന്റെ ദോഷം മാത്രമേ ഈ ലോകം തരും. ദോഷമായിട്ടൊന്നും പ്രിയൻ ചെയ്തയില്ല. എന്റെ യേശുവേ, എന്റെ പ്രാണനെ നന്മ ചെയ്യാൻ എനിക്കു നീ കൃപ നൽകുകേ. നീ മാത്രമേ, ഹൃദയത്തിൽ പറഞ്ഞ കർത്താവ് മാത്രം. മാത്രമേ, ആത്മസഖി എന്റെ യേശുവേ, എന്റെ ജീവനേ, എന്റെ ആശയേ, നീ ഒന്നു മാത്രമേ. എന്റെ യേശുവേ, എന്റെ ജീവനെ ജീവനേ, അങ്ങ് മാത്രം എന്റെ ഒന്നു മാത്രമേ. എന്റെ ശോധനകൾ, എന്റെ വേദനകൾ, എന്റെ സങ്കടങ്ങളെല്ലാം നീയിടുമേ. എന്റെ കാന്തനെ, എന്റെ നാഥനെ, എൻ മനാളനെ വേഗം വന്നിടണേ. എന്റെ ശോധന വരുമ്പോൾ, ഈ വേദനയാൽ ഭാരപ്പെടുമ്പോൾ, നിന്റെ ഹൃദയം സങ്കടത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശുവിന്റെ മുഖത്തേക്ക് നോക്കി, എന്റെ നാഥനെ, എന്റെ മണാളനെ, യേശു മാത്രം, യേശു അങ്ങ് മാത്രം. യേശു മാത്രം എന്റെ പ്രാണസഖി. യേശു മാത്രം. ഈ ലോകം നിനക്ക് ദോഷം ചെയ്യപ്പെടും, നിന്റെ കൂടെ നിൽക്കുന്നത് പ്രാണസഖിയായി.
ഹോപ്പില്ല കർത്താവേ. പക്ഷെ എനിക്ക് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയാൽ പ്രത്യാശയാണ് കർത്താവേ. Oh, the only hope I have is you, Jesus. എന്റെ പ്രത്യാശയായ കർത്താവേ, എന്റെ വേദനയിലെ നടുവിൽ, എന്റെ ഭാരത്തിന്റെ നടുവിൽ എനിക്ക് ആശ്വാസമായി വരുന്ന എന്റെ കർത്താവ്. ഓ ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, എല്ലാ പ്രതീക്ഷകളും മങ്ങുമ്പോൾ എന്നെ തേടി വന്നെന്റെ കരം പിടിച്ച് എനിക്ക് വഴി കാണിച്ചു തരുന്ന എന്റെ കർത്താവ്, എന്നെ കൊണ്ട് ഇത് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുമ്പോഴും, ഓ ഹല്ലേലൂയ, കഴിവിന് പരിമിതികൾ ഉണ്ടെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വേദനകളെ കാണുന്ന, നിന്റെ ആകുലത കാണുന്ന കർത്താവിനെ നമ്മൾ സേവിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പരിമിതികളെ നോക്കിക്കൊണ്ട്, നീ കണ്ണാടിന്റെ മുന്നിൽ നോക്കിക്കൊണ്ട് നിന്റെ പരിമിതികൾ ഓരോന്നോരോന്നായി നീ പറയുമ്പോഴും ആ പരിമിതികളെ മാറ്റി നിർത്തിക്കൊണ്ട് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് കഴിവില്ല, എനിക്ക് ജ്ഞാനമില്ല എന്ന് നീ പതറുമ്പോഴും നിന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്, നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു കർത്താവുണ്ട്. എന്തുകൊണ്ടാ കർത്താവ് എന്റെ ശരീരത്തിൽ എപ്പോഴും എപ്പോഴും വേദനകൾ, അടിക്കടി വേദനകൾ വരുന്നത് എന്തുകൊണ്ടാ? നീ പരാതിപ്പെടുമ്പോഴും അത് മുഴുവൻ അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ ഒരുക്കിയെടുത്തൊരു നല്ലൊരു പാത്രമാക്കി കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ കീടങ്ങളെ മാറ്റിക്കൊണ്ട് തിളങ്ങുന്ന ഒരു പാത്രമായി, ഓ ഹല്ലേലൂയ, മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് പ്ലാൻ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ നീ കടന്നു പോകുന്ന വേദനകൾ നിനക്ക് അസഹ്യമാണെങ്കിലും ദൈവത്തിന്റെ ആത്മാ പറയുന്നു ഒരു തിളക്കമാക്കി മാറ്റാൻ പോകുക. ഹല്ലേലൂയ, നിന്നെ തിളക്കമാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ, നിന്നെ അതിലൂടെ കടത്തി വിടുന്ന ഒരു കർത്താവുണ്ട്. അതൊരു പക്ഷേ ശരീരത്തിന്റെ വേദനയായിരിക്കാം, ജോലി സ്ഥലത്ത് നീ അനുഭവിക്കുന്ന ഭാരങ്ങളായിരിക്കാം. പക്ഷെ അതിലൂടെ നീ പുറത്തു വരുമ്പോൾ മറ്റുള്ളവർ നിന്റെ മുഖത്തേക്ക് നോക്കി, ഹല്ലേലൂയ, നിന്നോട് ചോദിച്ച്, ഇതിലൂടെ നീ കടന്നു വന്ന് വഴികളെ ചോദിച്ച് അവർക്കൊരു പ്രചോദനമായി വരുന്നതായിട്ട് ദൈവത്തിന്റെ ആത്മാവ്. ഒരു കണ്ണാടി നോക്കി നിന്റെ കുറവുകളെ നീ ബോധ്യപ്പെടുത്തുന്നത് പോലെ നിന്നെ ഒരു തിളക്കമാക്കി മാറ്റുവാൻ കർത്താവിനാഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദോഷമായിട്ട് ഈ ലോകം നമ്മളോട് ചെയ്യുമ്പം കർത്താവേ, അതിലൂടെ എനിക്ക് ദൈവത്തെ പ്രകാശിപ്പിക്കുവാൻ, അതിലൂടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, എന്നിലൂടെ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുവാൻ സഹായിക്കണമേ. മോശെ ആ പർവ്വതത്തിൽ 40 ദിവസം കഴിഞ്ഞിട്ട് പുറത്തു വന്നപ്പോൾ തേജസ് മുഖത്ത് പ്രകാശിച്ചതുപോലെ, ഹല്ലേലൂയ, ആ ദിവസത്തിന് ശേഷം നിന്നിലൂടെ തേജസ് പ്രകാശിക്കുകയാണെന്ന് പരിശുദ്ധ ആത്മാവ് പറയുക. ആ ജനം ചോദിച്ചു, മോശെ, അവർക്ക് മോശയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. മോശയുടെ മുഖത്തിൽ നിന്ന് പ്രകാശം വരികയാണ്. ദൈവ സന്നിധിയിൽ താൻ സ്പെൻഡ് ചെയ്തത് കൊണ്ട് തൻ്റെ ശരീരത്തിലും ആ തേജസ് വെളിപ്പെടാൻ തുടങ്ങി. നിന്നെ കാണുന്നവർ, എന്നെ കാണുന്നവർ ആ വ്യത്യസ്തതയിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഒരു മല്ല് കെട്ടുകയായിരിക്കും നിങ്ങളെ മലയുടെ മുകളിൽ, ആരും കാണാതെ, ജനം പോലും കാണാതെ, ഒരു മാനസിക സംഘർഷത്തിലാണ്. മോശയുടെ ഒരു മാനസിക സംഘർഷമുണ്ട്. മിസ്രൈമിൽ ഞാൻ വിടുവിച്ചുകൊണ്ട് വരിക, പക്ഷേ ഇവർക്ക് കനാൻ ദേശം കൊടുക്കാന്നുള്ള വാക്തത്വമേ ഉള്ളൂ. എങ്ങനെ കൊടുക്കണമെന്ന്, എപ്രകാരം ചെയ്യണമെന്ന് ഈ വ്യക്തിക്ക് അറിയില്ല. അതിൻ്റെ മാനസിക സംഘർഷത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ ദൈവം ഇടപെടുക. അവിടെ ദൈവം ഒന്നായി പഠിപ്പിക്കുക, കൽപ്പനകൾ കൊടുക്കുക, നിയമങ്ങൾ കൊടുക്കുക, ചട്ടങ്ങൾ കൊടുക്കുക. മോശയെ നിനക്ക് ചട്ടങ്ങൾ നൽകിയ ഈ ജനത്തെ നയിക്കുവാനുള്ള ഒരു വലിയൊരു കപ്പാസിറ്റിയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരിക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അടുത്ത ഗാനം പാടി കർത്താവിന് എത്രത്തോളം ചെയ്യാൻ തന്ന നമ്മുടെ സമയം മുന്നോട്ട് പോകുന്നു. കരങ്ങളെ അടിച്ചു
സ്തോത്രം. ഹല്ലേലൂയ. ലോര ബാബാ ശേതരെ ലരയന്ദര കരിയന്ദ. ഹല്ലേലൂയ. 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 ഓ ശക്തമായ ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ലോര ബായന്ദര കരിയന്ദര ലരബ ശേതരെ ലേരയന്ദര പ്രഭുമോ ശേതര കരിയ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ. ഹല്ലേലൂയ. 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 ലോര ബാബാ 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 ശേതര കരിയന്ദര ലരബ റോയ ബാബാ ശേതരെ ലരിയാസി കരമിയന്ദ ലോകിന ബാബാ ശേതരെ ലരെ ലോറിയന്ദര കനമ ശേതരെ ലരിയാദ ലിഖര ബാബാ ശേതരെ ലരബ ലോര കനമ ശേതരെ ലരബ. Hallelujah. 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 യേശുവേ. ലോര ബാബാ ബാബാ ശേതരെ ലരബ ശേതര ലരബ Lord Jesus, hallelujah, hallelujah. എല്ലാ ശാപത്തെയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അങ്ങയുടെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ, അങ്ങയുടെ കാൽവരി ക്രൂശിലെ മരണത്താൽ, ഹല്ലേലൂയ, എല്ലാ ശാപത്തെയും മാറിപ്പോകട്ടെ. Hallelujah, Jesus. Oh, we worship you, Lord Jesus. സകല നാമങ്ങൾക്ക് മേലായ നാമമുള്ളവൻ, സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്നവൻ. ഹല്ലേലൂയ. ആ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആ സൃഷ്ടിതാവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആരാധന ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ പാപത്തെ ക്ഷമിച്ചതിനാൽ, ഞങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കിയതിനാൽ, ഞങ്ങളുടെ ശാപത്തെ മാറ്റിയതിനാൽ, ഹല്ലേലൂയ, ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ലോര ബാബാ ബാബാ ശേതരെ ലരിയാൻ Hallelujah, hallelujah. Oh, rabala bala 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 shabara rabara. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. Love you, Jesus. Praise the Lord, praise the Lord, praise the Lord. കർത്താവേ, നന്ദി നന്ദി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord. Praise Jesus, hallelujah, hallelujah, hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി കർത്താവേ. Praise the Lord, 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 praise the Lord. Glory, 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 glory. Amen, amen, amen. Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. Praise Jesus. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചുമ്പത് പ്രാർത്ഥന നമ്മളെ സഹായിക്കും. നല്ല സാവകാശത്തിനായി ഒരിക്കൽ കൂടി നമ്മയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, നീ ഞങ്ങളുടെ ദൈവമാകൊണ്ട്. ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ രക്തം ചെയ്യുന്ന ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ, അങ്ങ് കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കർത്താവേ, ഹല്ലേലൂയ, നിത്യമായ ഒരു ജീവനെ ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്ന യഹോവയുടെ നാമത്തിൽ അടുത്ത് വരുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കിയത് കൊണ്ട് നമ്മയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ഇതിനൊന്നും യോഗ്യതയില്ലാതെ പറമ്പിൽ തള്ളപ്പെട്ട ഞങ്ങളുടെ മേല് അങ്ങയുടെ കൃപ ചൊരിഞ്ഞതോർത്ത്, അങ്ങയുടെ ദയ ചൊരിഞ്ഞതോർത്ത് കർത്താവേ, ഒരിക്കൽ കൂടി നമ്മയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ ദൈവത്തെ ആരാധിക്കുവാൻ, ഈ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ അന്ത്യത്തോളം വിശ്വസ്തയോടുകൂടി കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ വീണ്ടും സഹായിക്കേണ്ടതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. സഭയെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ ദേശത്തെ ദൈവസഭ അങ്ങ് പണിഞ്ഞതോർത്ത് നമ്മയോടെ സ്തോത്രം കർത്താവേ.
വളരുമാറാക്കുന്ന ഞങ്ങളുടെ കൃപയുടെ മേലെ കൊണ്ട് പകരണം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ജീവിതങ്ങൾ കടന്നു വന്ന കർത്താവേ, അങ്ങയുടെ നാമത്തിലുള്ള വിടുതലും സൗഖ്യവും ഹല്ലേലൂയ സന്തോഷവും പ്രാപിച്ചെടുക്കുവാൻ ഈ സഭ മുഖാന്തരം കർത്താവേ ദേശത്തിന്റെ മേല് ഹല്ലേലൂയ കർത്താവേ അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതോർത്ത് നമ്മയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. സഭയും കുടുംബങ്ങളെല്ലാം ഒരിക്കൽ കൂടി പേരുപേരായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. വിവിധമായ ആവശ്യങ്ങളുടെ മുഖത്ത് കർത്താവേ, ഭാരങ്ങളുടെ മുഖത്ത് ഈ പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ വിടുതലും സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി സന്തോഷത്തോടെ മടങ്ങി പോകുവാൻ കർത്താവ് സഹായിക്കുന്നതോർത്ത് സ്തോത്രം കർത്താവേ. എന്റെ ദാസനെ ഒരിക്കൽ കൂടി കടുമമായി താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട് ശുശ്രൂഷിക്കുന്ന പകൽക്കാലം തന്നെ ദാസനെ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് വീണ്ടും സഹായിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവേ. നല്ല സങ്കീർത്തനം ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്ന ദൈവമേ, ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. നല്ല പാട്ടുകൾ പാടുവാൻ നല്ല ആരാധനകൾ ഞങ്ങൾക്ക് നൽകി തന്ന ദൈവമേ, വീണ്ടും ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ബലത്തോടെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ഒരിക്കൽ കൂടി തിരുപാദപീഠത്തിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യാചന കേട്ടെ യഹോവയ്ക്ക് മഹത്വം. സകലവും ഞങ്ങൾക്ക് ആദ്യം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവേ. ആമേൻ. എല്ലാ പ്രിയ ദൈവമക്കൾക്കും സ്ഥാനങ്ങളിൽ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്ന എല്ലാവരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമൊക്കെ നമുക്ക് ലഭിക്കുവാനിടയെ തീർന്നല്ലോ. ലിജു പറഞ്ഞു സാൽവേഷനാണ് നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയാനിടയത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനവും അതാണ്. പ്രൈസ് ദി ലോർഡ്. സാൽവേഷനിലൂടെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതിലൂടെ നമുക്കുണ്ടായ പുതിയ സൃഷ്ടിയായി തീർന്നതിനെക്കുറിച്ച്. അതുകൊണ്ട് ക്രിസ്തുവിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുതിയ സൃഷ്ടി അത്രേ എന്ന് 2 കൊരിന്ത്യർ 5:17. Therefore, if anyone is in Christ, he is a new creation. The old has passed away, behold, the new has come. പഴയത് കഴിഞ്ഞു പോയി, പുതിയതായി തീർന്നിരിക്കുന്നു. അല്ലേ? പുതുക്കം പ്രാപിച്ചിരിക്കുന്നു. പഴയത് കഴിഞ്ഞു പോയി, പുതിയതായി തീർന്നിരിക്കുന്നു. പ്രൈസ്. ഇത് ഒരു വലിയൊരു മെസ്സേജാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ദൈവം അനുവദിക്കുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ, ആ ക്രിസ്ത്യാനി ആകുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ എ ട്രൂ ക്രിസ്ത്യൻ എന്ന് പറയുമ്പം അതെപ്പോഴാകുന്നത്? എപ്പോഴാ ഒരു ട്രൂ ക്രിസ്ത്യൻ ആകുന്നത്? വീണ്ടും ജനിക്കുമ്പോൾ അല്ലേ? വീണ്ടും ജനിക്കുമ്പോഴല്ലേ? അതല്ലേ നിക്കോദെമോസിനോടുള്ള ആ സംസാരത്തിൽ കർത്താവ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഒരാൾ ട്രൂ ക്രിസ്ത്യൻ ആകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ട്രൂ ക്രിസ്ത്യൻ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ജനിക്കണം എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സാൽവേഷൻ എന്ന് പറയുന്നത് കർത്താവ് തൻ്റെ ജീവനെ തന്ന് നമ്മളെ രക്ഷിച്ചു എന്നുള്ളതാണ്. തൻ്റെ ജീവൻ, ഹിസ് ഓൺ ലൈഫ്, അത് നമ്മൾക്ക് തന്നിട്ട് കർത്താവ് നമ്മളെ രക്ഷിച്ചു. ആമേൻ. ഒന്നാമതായിട്ട് സാൽവേഷൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, സാൽവേഷൻ ഈസ് ജെന്യുവിൻ റീജനറേഷൻ. സാൽവേഷൻ എന്തുവാ? സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥമായ, സിൻസിയറായിട്ടുള്ള, അതിനകത്തിൽ ഫേക്ക് ഒന്നുമില്ല, ഒരു പുതുക്കം, റീജനറേഷനാണ്. ആമേൻ. അത് വേണമെങ്കിൽ പറയാം, ഇറ്റ് ഈസ് എ ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം. തീത്തോസിൻ്റെ ലേഖനം 3:5 ഒന്ന് വായിക്കാം ആർക്കെങ്കിലും. ടൈറ്റസ് 3:5. ആ ആ ആ ആ ആ മതി. He saved us not because of works done by us in righteousness. നമ്മളുടെ പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ പുതുക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത് നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല.
ബട്ട് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ മേഴ്സി, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമ്മൾ ആമേൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. പിന്നെ തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഒന്നുകൂടെ അഡീഷണലായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ബൈ ദ വാഷിംഗ് ഓഫ് റീജനറേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. അപ്പം സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? എ ജെനുവിൻ റീജനറേഷനാണ്. സാൽവേഷൻ എന്തുവാ? എ ജെനുവിൻ റീജനറേഷൻ. പ്രൈസ് ദി ലോർഡ്. എന്തിൽ കൂടെയാണ് സംഭവിക്കുന്നത്? ഹോളി സ്പിരിറ്റിൻ്റെ സഹായത്തിൽ കൂടെയാണ് ഈ റീജനറേഷൻ സംഭവിക്കുന്നത്. സോ യു നീഡ് ടു അലൗ ഹോളി സ്പിരിറ്റ് ടു വർക്ക് ഓൺ യു. നിങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ അനുവദിച്ചു കൊടുക്കണം. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന ഭാഗത്ത് കർത്താവിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ നമ്മളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ റീജനറേഷൻ നടക്കത്തുള്ളൂ. അല്ലാതെ നമ്മളുടെ കഴിവിൽ, നമ്മളുടെ ബുദ്ധിയിൽ, നമ്മളുടെ കുറേ ജ്ഞാനത്തിൽ, കുറേ ബൈബിൾ വായിച്ചത് കൊണ്ടോ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും ഈ റീജനറേഷൻ നടക്കത്തില്ല. ഹോളി സ്പിരിറ്റിന് മാത്രമേ നിങ്ങളെ റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളെ ഹോളി സ്പിരിറ്റിന് മാത്രമേ പുതുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കാരിരുമ്പ് പോലുള്ള സ്വഭാവത്തെ, ആമേൻ, ഹല്ലേലൂയ, ഈ ടെൻഡർ ഹാർട്ടാക്കുക എന്ന് പറയത്തില്ലേ, ടെൻഡർ ഹാർട്ടാക്കുക, അത് കർത്താവിൻ്റെ ആത്മാവിന് അല്ലാതെ സാധിക്കത്തില്ല. നമ്മളുടെ പഴയത് കഴിഞ്ഞു പോയെന്നാ 2 കൊരിന്ത്യൻസ് 5:7 നമ്മൾ വായിച്ചല്ലേ. പഴയത് 5:17 പഴയത് കഴിഞ്ഞു പോയി. The old has passed away, behold the new has come. അപ്പം ഈ ഓൾഡ് പോകാനായിട്ട് നമ്മളൊന്നും ചെയ്തില്ലെന്നാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പ്രവേശിച്ചപ്പോൾ, പ്രൈസ് ദി ലോർഡ്, പഴയതിനെ നീക്കിക്കളഞ്ഞു, പുതിയത് വന്നു. ഈ ദിവസങ്ങളിൽ ഹോളി സ്പിരിറ്റിൻ്റെ വലിയ പരിവർത്തനത്തിന് പ്രിയ ദൈവമക്കൾ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിനൊന്നും യാതൊരു വിധമായ മാറ്റങ്ങളും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളുടെ കഴിവിൽ ആശ്രയിച്ചാൽ, നമ്മൾ കുറച്ച് നേരം വെറുതെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രഷർ കുക്കറിനകത്തിൽ, ഞാനാണ് വീട്ടിൽ ഈ ചോറ് ഒക്കെ ഇടുന്ന ശുശ്രൂഷ എൻ്റെതാണ്. കൂട്ടാൻ മാത്രം വെക്കത്തില്ലെന്നേ ഉള്ളൂ, പക്ഷേ ചോറ് ഞാൻ കറക്റ്റായിട്ട് വെക്കും. പണ്ട് എൻ്റെ കൂടെ താമസിച്ച ഒരു സഹോദരൻ പറയായിരിക്കും, ജയിനച്ചാച്ചൻ്റെ ഈ എന്തൊക്കെയാന്ന് പറഞ്ഞാലും വൈകുന്നേരം ചോറ് റെഡിയാണ്. കൂട്ടാൻ ഉണ്ടോ ഇല്ലയോ അതൊന്നും വിഷയമല്ല, പക്ഷെ ചോറ് റെഡിയായിരിക്കും. അപ്പോൾ ഈ ചോറിടുന്നതുകൊണ്ട് എനിക്കറിയാം, ഈ പ്രഷർ കുക്കറിനകത്തിലെ ഈ വാൽവ് അത് ചില സമയത്ത് താന്നിരിക്കും കേട്ടോ. ഞാൻ ചെന്ന് പൊക്കി കൊടുക്കുന്നതുകൊണ്ട് ഇതെല്ലാം കൂടെ അടിച്ച് പടച്ച് മുകളിലോട്ടൊരൊറ്റ ചാട്ടമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ബിഹേവ് ചെയ്യുമ്പോഴില്ലേ, നമ്മൾ ഈ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ അടുത്ത് പരിവർത്തിച്ചില്ലെങ്കിൽ എൻ്റെ പ്രഷർ കുക്കറിൻ്റെ വെയിറ്റിൻ്റെ കണക്കിരിക്കും. അതിനെ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ നിങ്ങൾ അവിടെ മൊത്തം കുളമാക്കി കളയും. പ്രൈസ് ദി ലോർഡ്. അവിടെ ഞാൻ പിന്നെ തുണിയെടുക്കുന്നു, തൂക്കുന്നു, മൊത്തം വെള്ളമെല്ലാം അവിടെ അങ്ങ് വീഴും. സകല വെള്ളവും അവിടെ വീണിട്ട് അല്പനേരം നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ മതി, ആ വെയിറ്റ് അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരുന്നിട്ട്. അങ്ങനെ ഒരു പ്രഷർ കുക്കർ എനിക്കുണ്ട്. അതിലാണ് ഞാൻ ഈ ചോറ് അരി ഇടുന്നത്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഹോളി സ്പിരിറ്റിനല്ലാതെ നിങ്ങളുടെ പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ വേറെ ആർക്കും സാധിക്കത്തില്ല. ഹോളി സ്പിരിറ്റിനെ അനുവദിക്കുക. നിങ്ങളെ അടിമുടി മാറ്റും കർത്താവ്. ഒരു റീജനറേഷനിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളിലും കർത്താവിൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ പരിവർത്തനം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില സമയത്തൊക്കെ പലപ്പോഴും അയ്യോ പാസ്റ്റർ ഇന്നൂടെ പ്രസംഗിച്ച അതാണല്ലോ, അതുകൊണ്ട് ആമേൻ
എൻ്റെ പ്രഷർ കുക്കറിൻ്റെ വാൽവ് സ്റ്റക്കായിരിക്കുന്നത് പലപ്പോഴും സ്റ്റക്കായി പോകുന്ന എന്നേ ഉള്ളൂ. പൊട്ടിച്ചു വിട്ടാൽ ഒരു വലിയ സ്ഫോടനത്തോടെ ഇത് പൊട്ടിത്തെറിക്കുന്ന അനുഭവത്തിലാണ്. നമ്മളും ഈ ലോകക്കാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളെ സമാധാനത്തിൽ എത്ര പ്രതികൂലം വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും, ഹല്ലേലൂയ സ്തോത്രം, ഈ ലോകം മുഴുവൻ ഇളകി വരുന്നെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അടുത്തൊരു വാൽവ് ഉണ്ട് കേട്ടോ. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നൊരു കൺട്രോൾ സ്വിച്ചുണ്ട്. ആ സ്വിച്ച് നിങ്ങളെ ഇങ്ങനെ ക്രമീകരിച്ച് ഇങ്ങനെ നിർത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ പ്രഷറിനെയൊക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ റീജനറേഷനിലേക്ക് നമ്മൾ ഓരോരുത്തരും കടക്കണം. ഹോളി സ്പിരിറ്റിൻ്റെ അപാരമായ പരിവർത്തനത്തിന് ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ അത്ഭുതം കാണത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകളും സമാധാനങ്ങളും പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആമേൻ അനുവദിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാൽവേഷൻ ഈസ് എ ജെനുവിൻ റീജനറേഷൻ. ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് എ ലൈഫ് ഗ്ലോറിഫൈയിങ് ടു ഗോഡ് എന്ന് എഫേഷ്യൻസ് 2:10 പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ആരംഭമാണ് എന്തുവാ? സാൽവേഷൻ എന്ന് പറയുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ബിഗിനിങ് ആണ് സാൽവേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ പിള്ളേരും സമാധാനത്തെ കഴിയുക എന്നുള്ള അർത്ഥം മാത്രമല്ല. ദൈവത്തെ നിങ്ങളിലൂടെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ തുടക്കമാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. എഫേഷ്യൻസ് 2:10 ഇങ്ങനെ പറയുന്നത്, ഫോർ വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ് ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ ഗുഡ് വർക്ക്സ് വിച്ച് ഗോഡ് പ്രിപ്പയർഡ് ബിഫോർ ഹാൻഡ് ദാറ്റ് വി ഷുഡ് വർക്ക് ഇൻ ദം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ മലയാളത്തിൽ. ആ സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. We been created for the good works. നന്മ അങ്ങനെ കണ്ട് നമ്മൾ പാടിയായിരുന്നു അല്ലേ? എനിക്ക് ഈ പാട്ട് അങ്ങനെ വരത്തില്ല, എന്നാലും നന്മ മാത്രമേ നന്മ മാത്രമേ ഇല്ലാതൊന്നും ചെയ്യുകയില്ല. അങ്ങനാണോ? നന്മ മാത്രമാണോ വരുന്നത്? പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുകയാണ്, നിന്നിൽ നിന്ന് ഗുഡ് വർക്ക്സ് ആയിരിക്കും വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫോർ വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ്. ആമേൻ. ക്രിസ്തുവിൽ പണിയപ്പെടുന്ന നമ്മൾ കർത്താവിൻ്റെ, അതാണ് റീജനറേഷന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ ഇതിനകത്തിൽ പണി ആരാ നടത്തുന്നത്? കർത്താവ് നടത്തുകയല്ലേ. വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ് and we are going to produce the good works. നമ്മളിൽ നിന്ന് നന്മ മാത്രമേ വരുന്നുള്ളൂ, തിന്മയൊന്നും വരുന്നില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യണ്ട, കൺട്രോൾ ചെയ്യണ്ട. സകലത്തെ നിയന്ത്രിക്കുന്ന ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ആങ്കറിനെ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങളുടെ ഹെയ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങളുടെ പൈശാചിക സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങളുടെ പ്രഷറിനെ, നിങ്ങളുടെ ഡിപ്രഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോളി സ്പിരിറ്റിൻ്റെ വലിയ പരിവർത്തനം നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വാഹനം ഇന്നലെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുമോ എന്നറിയുന്ന ഒന്നാലോചിച്ച് നോക്കി. അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തെല്ലാമായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ കിയ വണ്ടി സൂസൻ പിന്നെ ഹോസ്പിറ്റലിൻ്റെ കാർ പാർക്കിൽ കൊണ്ടിട്ടിരുന്ന് ആരോ കൊണ്ടുപോയി. ആമേൻ. അപ്പോഴും ഞാൻ സൂസൻ്റെ അടുത്ത് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, കർത്താവിന് എല്ലാത്തിനും ഒരു ഉദ്ദേശം കാണും. ഗോഡ് ഈസ് ഗ്രേറ്റ്. എന്നെ കൺട്രോൾ ചെയ്യുന്നൊരു സ്വിച്ച് എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവനിങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യും. നാളെ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും? പുതിയൊരു വണ്ടി മേടിക്കണമെങ്കിൽ അതിൻ്റെ പൈസ ഒന്നാമത് സാലറി സാക്രിഫൈസിലാണ് വണ്ടി എടുത്തിരിക്കുന്നത്. അവർ 2 ദിവസം കണ്ടേ പിന്നെ വണ്ടി തരത്തുള്ളതെന്നാണ്. ഞാൻ ഈ ഗൂഗിളെന്ന് പറയുന്ന സാത്താൻ ഒരു വല്ലാത്ത സാത്താനാണ്. അത് തരുന്ന റിസൾട്ടൊക്കെ നമ്മളെ പേടിപ്പിക്കുന്ന പലപ്പോഴും. അതുകൊണ്ട് ഞാൻ പലരോടും പറയാറുണ്ട്, രോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യരുത്. നിങ്ങൾ കൂടുതൽ രോഗികളായി തീരത്തേ ഉള്ളൂ.
ഞാൻ വെറുതെ അടിച്ചു നോക്കിയപ്പോൾ സാലറി സാക്രിഫൈസിലുള്ള വണ്ടി നഷ്ടപ്പെട്ടാൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഹല്ലേലൂയ. സൂസനോട് ഞാൻ അതൊന്നും പറയാൻ പോയൊന്നുമില്ല. ഞാൻ പറഞ്ഞു ആ വണ്ടി കിട്ടും, വേറെ കിട്ടുമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് നമ്മളെ കൂടെ ഇരിപ്പുണ്ട്. ഹീ ഈസ് ഗ്രേറ്റ്. എല്ലാത്തിലും നന്മ മാത്രം ചെയ്യുവാൻ കഴിയുന്നവൻ നമ്മളെ കൊണ്ട് നന്മയെ പുറപ്പെടുവിക്കത്തുള്ളൂ. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദെൻ രണ്ടാമത്, സാൽവേഷൻ ബ്രിങ്സ് എ ന്യൂ നേച്ചർ. ഒരു പുതിയ പ്രകൃതം തരും. പുതിയ പ്രകൃതം കർത്താവ് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. എ ട്രൂ ക്രിസ്ത്യൻ ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ എന്ന് 2 പത്രോസ് 1:4 പറയുന്നു. 2 പത്രോസ് 1:4 വായിക്കാമോ? ബൈ വിച്ച് ഹി ഹാസ് ഗ്രാൻഡഡ്, ഞാൻ ഇംഗ്ലീഷ് വായിക്കാം ആദ്യമേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ബൈ വിച്ച് ഹി ഹാസ് ഗ്രാൻഡഡ് ടു us his precious and very great promises, so that through them you may become partakers of the divine nature, having escaped from the corruption that is in the world because of sinful desire. ഒന്ന് വായിച്ചേ. നമുക്ക് അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. സാൽവേഷനിലൂടെ എന്തുവാ നമുക്ക് ലഭിക്കുന്നത്? വി ആർ ഗെറ്റിംഗ് എ ന്യൂ നേച്ചർ. ഒരു പുതിയ പ്രകൃതം കിട്ടുകയാണ്. ആ പ്രകൃതം ആരുടേതാ? വി ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ. നമ്മൾ ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്വഭാവത്തിന് അനുരൂപരായിത്തീരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം ഇവിടെ ഉള്ളവർ എത്ര പേരുണ്ട്? കൈവക്കണ്ട കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുന്നു. പ്രിയ ദൈവമക്കളെ, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ പറയും ഈ വചനപ്രകാരമൊക്കെ ആരാണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങളങ്ങനെ നിങ്ങളായിട്ട് ജീവിക്കണ്ട. പരിശുദ്ധാത്മാവിനെ അലവ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ മിറക്കിൾ കാണും. നിങ്ങളറിയാതെ നിങ്ങൾ ഒരു പൗലോസിനെ മാറ്റിയതയോ ഇല്ലേ? നമ്മളെ ഓരോരുത്തരെയും മാറ്റുമെന്നേ. നമ്മളുടെ മേൽ ക്ഷമ, സഹിഷ്ണുത, ഇന്ദ്രിയജയം ഇതെല്ലാം കർത്താവ് കൊണ്ടുവന്ന് നമ്മളുടെ മേൽ അങ്ങോട്ട് അണിയിക്കാൻ തുടങ്ങും. നമ്മളെ അണിയിക്കാൻ തുടങ്ങും. ആ പ്രകൃതമൊക്കെ കർത്താവ് നമ്മളുടെ മേൽ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഒന്നും ചെയ്യണ്ട, നിന്നു കൊടുത്താൽ മാത്രം മതി. ഈ വസ്ത്രങ്ങളൊക്കെ അണിയിപ്പിക്കുന്ന കർത്താവ്, നിങ്ങളുടെ ക്ഷമയുടെ വസ്ത്രം അണിയിക്കുന്ന കർത്താവ്. ഹോളി സ്പിരിറ്റ് നിങ്ങളെ അണിയിക്കും. നിങ്ങളായി അതിനു മുമ്പ് ഭയങ്കരമായ ക്രൂരന്മാരായ മനുഷ്യരായിരിക്കാം, ഒരുപക്ഷെ വാക്കിന് വാക്കുകൾ പറയുന്നവരായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പുതിയ കൃപകളെ അണിയിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ മേൽ ആ വസ്ത്രത്തെ അണിയിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ, ആമേൻ. Having escaped from the corruption that is in the world because of sinful desire. Amen. True Christians are made partakers of Christ. എബ്രായർ 3:14 പറയുന്നു. ഒന്ന് വായിച്ചേ. Hebrews chapter 3 verse 14. For we have come to share in Christ. ആദ്യ വിശ്വാസം അതല്ലല്ലോ. ഹീബ്രു 3:14 ആണോ? ഒറിജിനൽ കോൺഫിഡൻസ്. ഹല്ലേലൂയ. നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. അപ്പം നമ്മളുടെ ഡിവൈൻ നേച്ചർ, നമ്മൾ ഒരു പുതിയ നേച്ചർ കർത്താവ് നമുക്ക് തരികയാണ്. സാൽവേഷനിലൂടെ എന്തുവാ നമ്മൾ പ്രാപിക്കുന്നത്? ഒരു പുതിയ നേച്ചർ, കർത്താവിൻ്റെ നേച്ചർ നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. സാൽവേഷൻ മൂന്നാമതായി, സാൽവേഷൻ ബ്രിങ്സ് ന്യൂ ലൈഫ്. പുതിയ ജീവിതം നമ്മൾക്ക് കൊണ്ടുവരുന്നതാണ് നമ്മളുടെ രക്ഷ എന്ന് പറയുന്നത്. നമ്മൾ പഴയ ലൈഫേ അല്ല. ഒരുപക്ഷെ നിങ്ങൾ വലിയ ലക്ഷ്യൂറിയസ് ലൈഫ് നടത്തിക്കൊണ്ടിരുന്നവരായിരിക്കും. കോട്ടക്സും ലിപ്സ്റ്റിക്കും ഇപ്പോഴും ഉപയോഗിക്കുന്നവർ കാണുമായിരിക്കും. ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് മൈൻഡ്. നിങ്ങളിനി എങ്ങനെ പോയാലും കർത്താവ് നിങ്ങളെ പണിയാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളിൽ നിന്ന് ഇതെല്ലാം പോകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ തന്നെ ഒരുക്കുന്ന ആടയാഭരണങ്ങൾ ഇതൊക്കെ കർത്താവ് നിങ്ങളോട് സംസാരിക്കാതെ നിങ്ങളിൽ നിന്നൊന്നും പോകത്തില്ല. പക്ഷേ യു നീഡ് ടു ലെറ്റ്
ദ ഹോളി സ്പിരിറ്റ് വർക്ക് ഓൺ യു. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ കർത്താവിൻ്റെ പണി നിങ്ങൾ ഓരോന്നോരോന്നായി കാണുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. സാൽവേഷൻ ബ്രിങ്സ് ന്യൂ ലൈഫ്. ഹല്ലേലൂയ. പുതിയ ലൈഫിനെയാണ് കർത്താവ് കൊണ്ടുവരുന്നത്. അതിനകത്തിൽ ഒത്തിരി ത്യാഗങ്ങളുടെ, ത്യജിക്കലുകളുടെ ഒക്കെ അനുഭവങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ആ ത്യജിക്കലുകളും ആ ത്യാഗങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഒന്നുമല്ലാതെ തോന്നുന്നൊരനുഭവം, ഒരു പീസ്ഫുൾ റൈഡിങ് ആയിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. വാക്കോണെ പാർക്കെന്ന് പറയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. വളരെ സ്മൂത്തായിട്ടുള്ള നിങ്ങളുടെ യാത്ര നിങ്ങളവിടെ കാണും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം, പ്രതികൂലത്തിൽ, വേദനയിൽ ഒക്കെ ആമേൻ നിങ്ങൾക്ക് നടക്കാൻ ആവശ്യമായ സഹിഷ്ണുത കൊണ്ട് നിങ്ങളെ ആമേൻ മൂടുവാനിടയായി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് തരും. പഴയ പ്രാകൃത മനുഷ്യനായിരിക്കത്തില്ല. ഇനി നിങ്ങൾ ഒരു പുതിയ ജീവനായിരിക്കും. പ്രൈസ്. സാൽവേഷൻ എന്തോ കൊണ്ടുവരുന്നത്? സാൽവേഷൻ എന്തോ കൊണ്ടുവരുന്നത്? രക്ഷ എന്തുവാ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്? പഴയ ലൈഫ് അല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അതിന് മുമ്പും ഇപ്പോഴത്തേതുമായിട്ട് നിങ്ങളൊന്ന് തുലനം ചെയ്തേ. ഒത്തിരി അജഗജാന്ന്. നിങ്ങൾ പ്രായമായതുകൊണ്ട് വന്ന മാറ്റങ്ങളൊന്നുമല്ല. നിങ്ങളെപ്പോലെ ഉള്ള രക്ഷിക്കപ്പെടാത്ത മനുഷ്യരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്താലും അവരിപ്പോഴും ആ തുടങ്ങിയെടുത്ത് തന്നെ നിൽപ്പുണ്ട്. അവരിപ്പോഴും പ്രാകൃത മനുഷ്യന്മാരായി തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അവരിപ്പോഴും പെട്ടെന്ന് കോപിക്കുന്നവരും, ക്ഷണത്തിൽ ദേഷിക്കുന്നവരും, പെട്ടെന്ന് അസൂയപ്പെടുന്നവരും ഒക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങളെ എത്രയും കർത്താവ് പണിതെടുത്തില്ലേ? നമ്മളൊക്കെ ഒത്തിരി ഒത്തിരി ദൂരെ കാതങ്ങളിപ്പുറത്ത് വന്നു കേട്ടോ. ഹോളി സ്പിരിറ്റ് നമ്മൾ ഓരോരുത്തരിലും പരിവർത്തിച്ചതിൻ്റെ ഫലമാണത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അതാത് സമയങ്ങളിൽ ഇടപെട്ടത് കൊണ്ട് നമ്മൾ ആമേൻ പുതിയ ലൈഫിലേക്ക് കടന്നു. സാൽവേഷൻ കൊണ്ടുവരുന്നത് എന്തുവാ? സാൽവേഷൻ ബ്രിങ്സ് ന്യൂ ലൈഫ്. ഹല്ലേലൂയ. പുതിയ ജീവിതം കർത്താവ് നമുക്ക് നൽകി തരുന്നു. ആമേൻ. സാൽവേഷൻ, ദിസ് ന്യൂ ലൈഫ് ഈസ് എറ്റേണൽ ലൈഫ് എന്ന് 1 യോഹന്നാൻ 5:11 പറയുന്നു. ആൻഡ് ദിസ് ഈസ് ദ ടെസ്റ്റിമണി ദാറ്റ് ഗോഡ് ഗീവ് us eternal life and this life is in his son. ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 5. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പുതിയ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ അവസാനിക്കാത്ത ഒരു ലൈഫിലേക്കാണ് നമ്മളെ പ്രവേശിപ്പിച്ചത് അല്ലേ? അവസാനിപ്പിക്കാത്ത ലൈഫ്, അവസാനിക്കാത്ത ലൈഫ്. ആ ലൈഫിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആൻഡ് ദിസ് ലൈഫ് ഈസ് ഇൻ ഹിസ് സൺ. കർത്താവിലാണ് നമ്മൾ ഇനിയും ജീവിക്കുന്നത്. കർത്താവിലുള്ള ജീവിതം, കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. കുറേ കാര്യങ്ങൾ സാൽവേഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. നമ്മുടെ മുമ്പിൽ അധികം സമയമില്ലല്ലോ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സാൽവേഷൻ ബ്രിങ്സ് ന്യൂ ഹോപ്പ്. സാൽവേഷൻ എന്തോ കൊണ്ടുവരുന്നേ? പുതിയ പ്രത്യാശ കൊണ്ടുവരും. ജീവിക്കാനുള്ള പ്രത്യാശ. ചിലരൊക്കെ ഈ കയറിന് കുടുക്കിട്ട് നിന്ന സമയങ്ങളിൽ എത്രയോ പ്രാവശ്യം മരിച്ചു കളയണമെന്ന് വിചാരിച്ച സന്ദർഭങ്ങളിൽ നിന്ന് അതിനെയൊക്കെ തെറ്റി ഒഴിഞ്ഞു വന്നവർ ഈ കസേരയ്ക്കകത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടാകും. ചിലപ്പോൾ ആരോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. എങ്ങനെങ്കിലും മരിച്ചാൽ മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ രക്ഷ നിന്നിൽ വന്നതുകൊണ്ടാണ് ഇന്ന് നീ ജീവിച്ചിരിക്കുന്നത്. ഈ കസേര വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. സാൽവേഷൻ ബ്രിങ്സ് ന്യൂ ഹോപ്പ്. നിന്നിലേക്ക് പുതിയൊരു പ്രത്യാശയുടെ കിരണം കർത്താവ് തുറന്നു തന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കൊലോഷ്യൻസ് 1:27 പറയുന്നു, ദിസ് ഈസ് ബിക്കോസ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻ us. കൊലോഷ്യൻസ് 1:27. ആ ആ ആ ആമേൻ. ആ മർമ്മം, ആ കർത്താവ് നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് മിസ്റ്ററി. ഹല്ലേലൂയ. ഇതുവരെ യെരൂശലേം ദേവാലയത്തിൽ ആ കർട്ടനുള്ളിൽ ആണ് യാഹ്വേയുടെ ഗ്ലോറി എന്ന് വിചാരിച്ചിരുന്ന മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് മിസ്റ്ററി അൺഫോൾഡ് ചെയ്തപ്പോൾ പറയുകയാണ്, അത് ആ കർത്താവിൻ്റെ ഗ്ലോറി ക്യാരി ചെയ്യുന്ന ഓരോ വെസൽസാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ആ മിസ്റ്ററിയാണ് പോളിന് വെളിപ്പെട്ട് വന്നത്.
ആ വലിയ മഹിമാധനം, എത്ര വലിയ ധനം! ആ ധനത്തെയാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. വി ആർ ഹിസ് ട്രഷേഴ്സ്. ഹല്ലേലൂയ. അവൻ്റെ ആമേൻ നിധികളാണ് നമ്മൾ ഓരോരുത്തരും. 1 തെസ്സലോനിക്കർ 5:8, 1 Thessalonians 5:8. നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും. ആമേൻ. ഹല്ലേലൂയ. രക്ഷയുടെ പ്രത്യാശ എന്ന ശിരസ്ത്രവും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ഹല്ലേലൂയ. സാൽവേഷൻ കൊണ്ടുവരുന്നത് പുതിയ ലൈഫാണ്. ആ ലൈഫിനകത്ത് എന്തുണ്ട്? ഒരു സുബോധമുണ്ട്, ഒരു നല്ല ബോധം. ഞാൻ ആരാണെന്നുള്ള ബോധം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകക്കാരെ പോലെ എക്സെൻട്രിക് ആവാനൊന്നും എനിക്ക് പറ്റത്തില്ല. എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ എനിക്ക് ഭ്രാന്ത് കളിക്കാൻ പറ്റത്തില്ല. എൻ്റെ നിലവിട്ട് എനിക്ക് പെരുമാറാൻ പറ്റത്തില്ല. നിലവിട്ട് ഞാൻ പെരുമാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ എൻ്റെ കൂടെയുള്ള ആൾ. ഞാൻ അടുത്ത സമയത്ത് നമ്മളുടെ ഒരു സിസ്റ്ററിന് എന്താ പറയുക, യോഹന്നാൻ്റെ സുവിശേഷം ആദ്യത്തെ ഭാഗത്ത് കർത്താവ് ഇരുളിൽ പ്രകാശിച്ചു, ഇരുളിനെ പിടിച്ചടക്കിയതുമില്ല എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇരുളോ അവനെ പിടിച്ചടക്കി, ഇരുളിനെ പിടിച്ചടക്കിയ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ആ അർത്ഥത്തിൽ ആരെങ്കിലും യോഹന്നാൻ്റെ സുവിശേഷം വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ക്യാരി ചെയ്യുന്ന എന്തുവാ? നമ്മൾ ക്യാരി ചെയ്യുന്നത് വലിയ പ്രകാശമാണ്, വെളിച്ചം. ആ വെളിച്ചത്തെയാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. സ്തോത്രം. ഈ പ്രകാശം കണ്ടിട്ട് വേണം അനേകർ പ്രത്യാശയിലേക്ക് വരാൻ. നമ്മളിലുള്ള തേജസ് കാണുമ്പോൾ അവർക്കും ജീവിക്കണമെന്ന് കൊതി തോന്നണം. പ്രൈസ് ദി ലോർഡ്. ആ നിലയിൽ നമ്മൾ കർത്താവിനെ ഉയർത്തുന്നവരാണ്. നമ്മളെപ്പോഴും കർത്താവിനെ ക്യാരി ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. ദിസ് ഹോപ്പ് മേക്സ് ബിലീവേഴ്സ് ഹെയർസ്. അവൻ്റെ പിന്തുടർച്ചക്കാരാക്കി കർത്താവ് കാണുകയാണ്. തീത്തോസിൻ്റെ ലേഖനം 3:7 സോ ദാറ്റ് ബീയിങ് ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ഗ്രേസ് we might become his according to the hope of eternal life. ഒന്ന് വായിക്കാമോ? Praise the Lord. 3:7 so that being justified by his grace we might become heirs. Praise the Lord. Amen. This hope is an anchor which is steadfast and sure. ആ ഒരു വേദഭാഗം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എബ്രായർ 6:19. അതും 1 പത്രോസ് 3:15. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സാൽവേഷൻ നമുക്ക് തന്നത് പ്രത്യാശയാണ്. അത് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്ന ആ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 3:15 വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാൽവേഷൻ നമ്മളിലേക്ക് പകർന്ന പ്രത്യാശ അനേകരിലേക്ക് പകർന്നു കൊടുക്കാനാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് നമുക്ക് ആ പ്രത്യാശ നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. സാൽവേഷൻ കൊണ്ടുവരുന്ന വിവിധ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കുവാനിടയെ തീർന്നല്ലോ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ റിന്യൂ ആകുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ കോറായിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അത് മാറണം. കോർ, ആ സെൻട്രൽ ക്യാരക്ടറില്ലേ നമ്മളുടെ, അത് പണിയാനായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അവിടെയാണ് നമ്മൾ മാറുന്നത്. നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറുന്നു. നിങ്ങൾ പറയത്തില്ലയോ എനിക്ക് ജന്മനാ കിട്ടിയതാണെന്ന് പറയത്തില്ലേ? ഈ ജനറ്റിക്കായിട്ടുള്ള. പ്രൈസ് ദി ലോർഡ്. കൊച്ചുങ്ങൾ ജനിച്ചു വരുമ്പോഴേ അറിയാം നമ്മുടെ സ്വഭാവം അവരുടെ സ്വഭാവമൊക്കെ ഏകദേശം ഒരുപോലായിരിക്കും. അവർക്ക് പിടിവാശി കാണിക്കും. അന്നേരം അപ്പച്ചൻ പറയും നീ അതുപോലായിരുന്നു അല്ലേ? ആ കോർ, ആ സാധനത്തെ പണിയാനായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം.
എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പായ്ക്കൊരു ലാമ്പട്ര ഉണ്ടായിരുന്നു. ഈ ലാമ്പട്ര പലപ്പോഴും കഥാപാത്രമായിട്ടുണ്ട്, എനിക്കറിയാം. ലാമ്പട്ര ഇന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നതാണ്, ലാമ്പട്ര ഈ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ പപ്പ ഒന്ന് പെയിൻ്റ് അടിക്കും. നമ്മുടെ നാട്ടിൽ ഈ ഭയങ്കര വെയിലാണ്. ഈ വെയിലൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇതിനൊരു മങ്ങലൊക്കെ വരും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വണ്ടി ഓരയുകയോ ഒക്കെ ചെയ്യും. ഒത്തിരിയും കാലങ്ങൾക്ക് പുറകിൽ ഉള്ള സമയമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പപ്പ അതൊന്ന് കൊണ്ടുവന്ന് പെയിൻ്റ് അടിച്ച് കുറേ ലാക്കറൊക്കെ പൂശി നല്ല സൂപ്പറായിട്ട് അടിപൊളി. അന്ന് വണ്ടി കാണാൻ നല്ല ടിപ്പാണ്, നല്ല അതിൻ്റെ ലാമ്പട്രയുടെ പുതിയ എംബ്ലമൊക്കെ അടിച്ച് സാധനം വീട്ടിൽ കൊണ്ടുവരും. ഞങ്ങൾക്ക് ഭയങ്കര കൗതുകം പപ്പയുടെ ഈ എന്താ പറയുന്നത് ഈ റീമോഡലിങ് കാണാൻ. മിക്കവാറും ഒരു 1-2 വർഷം കൂടുമ്പോഴൊക്കെ ഈ ഒരു പ്രോസസ്സ് നടക്കാറുണ്ട്. പക്ഷേ പണ്ടത്തെ ലാമ്പട്ര 2 മൈലപ്പുറം നിന്ന് വരുമ്പോഴേ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ അടുത്ത് വേറെ ലാമ്പട്രകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ ലാമ്പട്ര കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. എന്താ ട്യൂൺ കറക്റ്റാണ്. അതിൻ്റെ ഈ പിന്നെ എന്താ എൻജിൻ്റെ ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം കേൾക്കുമ്പോഴേ അറിയാം പപ്പ വന്നു. പപ്പ അങ്ങ് വടക്കടതാവ് ജംഗ്ഷനിലായിരിക്കുമ്പോഴേ ഞങ്ങൾക്ക് ഇവിടെ പരുത്തപ്പാറ കേൾക്കാം പപ്പ വരുന്നത്. ഇച്ചിരി അതിശയോക്തിയാണ്, എന്നാലും പറയുക. ഇച്ചിരി ദൂരെയാണെങ്കിലും പപ്പ വരുന്നത് ഞങ്ങൾക്കറിയാം. ഞങ്ങളെല്ലാം അങ്ങനെ എക്സൈറ്റഡാണ്. പിള്ളേരങ്ങനെയാണല്ലോ, പപ്പായോ മമ്മിയോ എല്ലാം ജോലിക്ക് പോയി കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പപ്പ വരുമ്പോഴത്തേക്കിന് ഈ വണ്ടിയുടെ അടുത്ത് കൂടാനും വണ്ടി കാണാനുമൊക്കെ പ്രൈസല്ലോ. പക്ഷെ പെയിൻ്റ് അടിച്ച് വന്നാലും വണ്ടിയുടെ സൗണ്ട് അത് തന്നെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് എൻജിന് പണിയൊന്നും നടത്തിയിട്ടില്ല. ആമേൻ. എൻജിന് പണി നടത്തിയാലേ വണ്ടി നല്ല ട്യൂണിങ്ങിലാകത്തുള്ളൂ, അത് കേൾക്കാൻ സുഖമുള്ള ശബ്ദമൊക്കെ ആകത്തുള്ളൂ. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഈ എൻജിൻ പണിയാനായിട്ട് കർത്താവിനെ ഏൽപ്പിക്കണം. പുറമേക്കുള്ള ഈ പുട്ടിയടിയും ഈ ലാക്കറടിച്ച് ഈ വെളുപ്പിച്ച് നല്ല കുട്ടപ്പനായിട്ട് കൊണ്ട് നടക്കുന്ന പരിപാടി നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് എൻജിൻ പണിക്ക് കയറ്റണം. ഇതിന് നല്ല സ്വരം വരട്ടെ, ഈ കടകട ശബ്ദമല്ല ഇതിൽ നിന്ന് പോകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മളെ അതിനു വേണ്ടി ബലപ്പെടുത്തട്ടെ. നമ്മുടെ കോർ, ആ സ്വഭാവത്തെ പണിയാനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വരാൻ പഠിച്ച വാക്കുകൾ പറയും. En premagidama en eshunadani en jeevane kalumni valiyadanenike en jeevane
It's the same. Yesterday, today, and forever. Yesterday, and forever. Jesus Christ is the same yesterday, today, and forever. Jesus Christ the same yesterday, today, and forever. For you, O Lord, are a shield for me, my glory in the one who lifts up my head. I cried to the Lord in my voice, and he heard me from his holy hill. I lay down and slept. I waked, for the Lord sustained me. I will not be afraid. 10,000 of men who have set themselves all around me. Psalms 3, verse 3 to 6. Amen. Psalms 92, verse 1 and 2. It is good to praise the Lord and make music to your name, proclaiming your love in the morning and faithfulness at night. Psalms 119, verse 161. When rulers persecute me with no cause, with no reason, my heart trembles at your word. Numbers 14, verse 24. But my servant Caleb, because he had another spirit with him. God, you have cast us off, you have scattered us, and you have been displeased. O turn yourself to us again. Psalm 60, verse 1. 1 Peter 2, verse 9. But you are a chosen people, a royal priesthood, a holy nation, a people belonging to God, that you may declare his praise, who called you out of darkness into his wonderful light. Amen. Lest there be any fornicator or profane person, as Esau, who for one morsel of meat sold his birthright. Hebrews 12, verse 16. O Lord, I give my life to you, and I love you with all my heart. Do not let me be disgraced, or let my enemies rejoice in my defeat. People who trust in you will not be disgraced, but disgrace will come to those who deceive others. Psalms 25, verse 1, 2, and 3. Jesus Christ is the same. It's the God. Today and forever. Praise the Lord. 1 Peter chapter 4, verse 12, 13, and 14. Behold, do not think it strange concerning the fiery trial which is to try you, as if some strange thing happened to you. But rejoice to the extent that you partake of Christ's suffering, that when his glory is revealed, you may also be glad with exceeding joy. If you are reproached for the name of Christ, blessed are you, for the Spirit of glory and of God rests upon you. Thank you. Psalms 34, verse 10. The young lion do lack and suffer, but those who obey the God will. 67, verse 3. Let the peoples praise your God, let all the peoples praise you. For if we die with him, we shall live with him. If we endure, we shall reign with him. If we deny him, he will deny us. If we are faithless, he will become faithful. He cannot deny ourselves. 2 Timothy chapter 5, verses 7. Thank you. For he who serves God in these things, for he who serves Christ in these things is acceptable to God and approved by men. Romans 14, verse 18. Thank you. Philippians 4:13. Amen. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ നീതുവിൻ്റെ മമ്മി ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനാ ദിനം കൂടെ ഞങ്ങൾക്ക് നൽകി തന്നതിനാൽ നന്ദി പറയുന്നു കർത്താവെ. അനേക ഇടങ്ങളിൽ ആരാധന സ്വാതന്ത്ര്യമില്ലാതെ കർത്താവെ പലതിലും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ദൈവസേനയിൽ കടന്നു വന്ന് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവെ നൽകി തന്ന രക്ഷയെ ഓർത്ത് എല്ലാം അങ്ങേ സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി ബാല്യം മുതൽ ക്രിസ്തുവിൽ വളരുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ അവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്ന വചനങ്ങളെല്ലാം അവരുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിക്കാൻ തക്കവണ്ണം ദൈവിക ജ്ഞാനമുള്ള കുഞ്ഞുങ്ങളായി വളരട്ടെ കർത്താവെ. അവർ ഇടപെടുന്ന എല്ലാ മേഖലകളിലും കർത്താവിനെ വെളിപ്പെടുത്തുന്നവരായി തീരട്ടെ കർത്താവെ. ഹല്ലേലൂയ. ദൈവിക വെളിച്ചം അവരിൽ പ്രകാശിക്കുവാൻ അവർ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം കർത്താവെ വെളിച്ചം കർത്താവ് ഇരുളിനെ നീക്കിക്കളയുന്നതായി തീരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ കാലാവസ്ഥയുടെ കെടുതികളിൽ നിന്നെല്ലാം അവരെ വിടുവിക്കുമാറാകണമേ. ദൈവിക ആരോഗ്യത്തിൽ കർത്താവെ കുഞ്ഞുങ്ങൾ വസിപ്പാൻ തക്കവണ്ണം കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരിടപെടുന്ന എല്ലാ മേഖലകളിലും അവരനുഗ്രഹ വിഷയമായി തീരട്ടെ കർത്താവ്. ദൈവസ്നേഹം അവരുടെ അകത്ത് അധികമായി കർത്താവ് നിറഞ്ഞു വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ വചനം അവരുടെ പാതയ്ക്ക് പ്രകാശവും കർത്താവെ ഹല്ലേലൂയ കർത്താവെ ആ പ്രകാശത്തിൽ മുന്നേറുവാൻ കർത്താവ് അധികമായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് മുറ്റുമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുന്നേറ്റ് എന്തെങ്കിലും സാക്ഷ്യവാചകമായി പറയാനുണ്ടെങ്കിൽ പറയാനുള്ള സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു പ്രയർ റിക്വസ്റ്റുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നാളെ എൻ്റെ പപ്പയ്ക്കൊരു സർജറി ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും പപ്പ 2 വർഷമായിട്ട് അത് ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലായി. അതുകൊണ്ടാണ് എല്ലാവരും പപ്പനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നാളെയാണ് സർജറി. പ്രോസ്ട്രേറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. 4 ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതുപോലെ ഡയബറ്റിക്കും ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ആവുന്നതിനും ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ട് സർജറിയൊക്കെ ഏറ്റവും സക്സസ് ആയി തീരുന്നതിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവനാഥൻ്റെ മഹത്വമുടെ അറിയുടെ പ്രകാരം ദൈവത്തിന് സാക്ഷിയെ നിൽപ്പാൻ സ്വർഗത ദൈവൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ലൊരു സാവകാശത്തിൻ്റെ ദൈവത്തിനോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കഴിഞ്ഞ 2 ദിവസങ്ങളായി ഷോൾഡറിന് അതിശക്തമായ വേദനയാൽ ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയതാണ്. ഏകദേശം 1 മാസത്തോളം ഇപ്രകാരം ഒരു വേദനയിലൂടെയൊക്കെ കടന്നുപോയി. വീണ്ടും ഒരു രാത്രി വ്യാഴാഴ്ച ഉറങ്ങാൻ കിടന്നു. വെള്ളിയാഴ്ച വെളുപ്പിന് ഇതുപോലെ ശക്തമായ വേദനയോടെ ഞാൻ എഴുന്നേറ്റു. അച്ഛനെ പെട്ടെന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് ഞങ്ങൾ ആ സമയം അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായിത്തീർന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഒത്തിരി വേദനയോട് ഞാൻ ഭാരപ്പെട്ടിരുന്നു. എനിക്കിവിടെ ആരാധനയ്ക്ക് വരാൻ കഴിയുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. ഒരു 5 മിനിറ്റ് എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്കും അതിശക്തമായ വേദനയോടെ എനിക്ക് കിടക്കേണ്ടി വരും. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, കർത്താവ് ഞാൻ എങ്ങനെ അവിടെ പോയി 2 മണിക്കൂർ ഇരിക്കും? പക്ഷേ വിശ്വാസത്താൽ ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ആരാധന സമയത്ത് ഞാൻ എങ്ങനെ ഇവിടെ വന്നിരിക്കുമെന്ന് പ്രതീക്ഷ സ്ഥാനത്ത് ശക്തമായ ദൈവത്തെ ആരാധിപ്പാൻ, ശക്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ശരീരത്തിന് അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കി. എൻ്റെ കൈയൊക്കെ എനിക്ക് അനക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ശക്തമായി ഞാൻ കൈയടിച്ച് എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ ദൈവമിടയാക്കി. ഒത്തിരി ആശ്വാസത്തോടെയാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. ദൈവം കർത്താവ് എനിക്കൊരു വലിയ വിടുതൽ നൽകി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രകാരം എനിക്ക് എഴുന്നേറ്റ് സാക്ഷ്യം പറയും. ഞാൻ അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ഒരു യാക്കോബ് മല്ല് പിടിച്ചതുപോലെ എൻ്റെ ദൈവത്തോട് ഞാൻ മല്ല് പിടിക്കുക. എന്നെ വിടുവിച്ചിട്ടല്ലാതെ, എൻ്റെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനൊക്കെയും ഒരു വിടുതൽ നിന്ന് പ്രാപിച്ചിട്ടല്ലാതെ ഞാൻ കടന്നു പോകത്തില്ല എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ വരുന്നത് എപ്പോഴും നന്മയ്ക്കായിട്ടാണ്. കാരണം കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു വേദന വന്നത് എൻ്റെ ജീവിതത്തിൽ അതെൻ്റെ ഒരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂവിന് അതിടയായി. ഞാൻ ആ ദിവസങ്ങളിൽ ഒത്തിരി ആത്മീകമായി എൻ്റെ ദൈവത്തോട് അടുക്കുവാനൊക്കെ ഇടയായി. ആ ഒരു ആത്മീക ബലം പ്രാപിച്ച് ഒരു പുതിയ തലത്തിലേക്ക് കടക്കുവാൻ ദൈവം ഇടയാക്കി. ഞാനപ്പോൾ അതുകൊണ്ട് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു ശോധന വരുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, ഇതൊരു ഉറപ്പായും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂവിന് കാരണമായി തീരേണ്ടതിനാണ് നമ്മുടെ ജീവിതത്തിലെ ശോധനകളെന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ യാക്കോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ നിങ്ങളുടെ
വിശ്വാസത്തിൻ്റെ സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് ശേഷം സന്തോഷത്തോടെ എണ്ണുക എന്നുള്ളത്. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ചിലപ്പോൾ പരിശോധനകളും പരീക്ഷണങ്ങളൊക്കെയും അതിനിടയിൽ കടന്നു വരുമ്പോൾ ദൈവമക്കളെ, ദൈവം നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത് നിങ്ങളിപ്പോഴും സ്ഥിരതയോടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ തയ്യാറാണോ? നിങ്ങളിപ്പോഴും വിശ്വാസത്തോടെ നിങ്ങളെ ദൈവത്തെ സേവിക്കുവാൻ തയ്യാറാണോ? അതൊക്കെയും പരീക്ഷയൊക്കെയും ചെയ്യിച്ച ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളൊരു ജീവകിരീടം പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉളവാകുന്ന നമ്മുടെ ശോധനകൾ, നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ വേദനകളൊക്കെയും ദൈവത്തിലേക്ക് ഒന്നുകൂടെ നമ്മൾ അടുപ്പിക്കുന്നതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഞാൻ ദൈവമക്കളോട് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം. പല സൺഡേയ്സ് ഞാൻ സഭായോഗത്തിന് കടന്നു വരുമ്പോഴൊക്കെയും ഒത്തിരി ശരീരത്തിൽ പലവിധമായ പ്രശ്നങ്ങളോടെയും ബുദ്ധിമുട്ടുകളോടൊക്കെയാണ് ഞാൻ കടന്നു വരാറുള്ളത്. പക്ഷേ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വിടുതലും സമാധാനവും സന്തോഷമൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ തീരാത്ത അത്രയാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, കുറച്ചെങ്കിലും നിങ്ങൾക്കാവുമെങ്കിൽ, കുറച്ചെങ്കിലും നിങ്ങൾക്കൊന്ന് ഇവിടെ ഒന്ന് ഇരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കടന്നു വരണം. നിങ്ങൾ ഈ സഭായോഗം നിങ്ങൾ മുടക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. നിങ്ങൾ കടന്നു വന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കത്തില്ല. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ദൈവം നിങ്ങളെ വിടുവിക്കും. നമ്മൾക്കത് മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു സാക്ഷ്യമായി തീരേണ്ടതിന് ദൈവം അതിനെ ഇടിയാക്കി തീർക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ വരുന്ന ശോധനകളെ നോക്കി മടിച്ചു നിൽക്കാതെ, പുറകിലേക്ക് മാറി നിൽക്കാതെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓട്ടം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അത് ഏറ്റവും നന്നായി നിർവഹിച്ച് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിങ്കൽ ജീവകിരീടം പ്രാപിക്കേണ്ടതിന് ഒരുങ്ങുവാൻ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലിരിക്കുന്നു. ഹല്ലേലൂയ. Anybody else? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ പാട്ട് പാടാം. Praise the Lord. Jesus. Hallelujah. കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ കാന്തനാമേശു വരുമ്പോൾ. കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ കാന്തനാമേശു വരുമ്പോൾ. കാത്തിരുന്നിടാം ആത്മബലം ധരിക്കാം, കാത്തിരുന്നിടാം ആത്മബലം ധരിക്കാം. കാലങ്ങളേറെയില്ല, മക്കളെ പോലാ പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. മക്കളെ പോലാ പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. ഈ ലോകക്ലേശങ്ങളേടുമ്പോൾ സാരമില്ലെന്നെണ്ണിടുക. ഈ ലോകക്ലേശങ്ങളേറിടുമ്പോൾ എത്രയോ ശ്രേഷ്ഠം, നിത്യസന്തോഷം എത്രയോ ശ്രേഷ്ഠം. നിത്യമായങ്ങു വാഴിടും, നിത്യമായങ്ങു വാഴിടും. മക്കളെ പോലാം പറഞ്ഞിടുമേ പ്രാണപ്രിയൻ വരവിൽ. മക്കളെ പോലാം പറഞ്ഞിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രത്യാശയേറുന്നേ ഉന്മുഖം കാണുവാൻ, പ്രത്യാശയേറുന്നേ ഉന്മുഖം കാണുവാൻ. പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു. ആമേൻ. പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ദീപക് പ്രാർത്ഥന.
ആലയത്തിനകത്ത് കൂട്ടിച്ചേർത്ത് വന്ന ദൈവത്തിൻ്റെ മഹാവിശ്വസ്തയും കരുണയ്ക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് കർത്താവേ. ഓ നിന്റെ വലിയ പദ്ധതികൾ കർത്താവേ ഇന്ന് പകല് ഹല്ലേലൂയ പലതും ഇന്ന് കർത്താവെ സംഭവിക്കുകയായിരുന്നല്ലോ. നീ പലതും ഇന്ന് നീക്കുകയായിരുന്നു പലരുടെയും ജീവിതങ്ങളിൽ കർത്താവെ. അത്രമേൽ കർത്താവെ ശ്രേഷ്ഠമായ മഹത്തരമായ ആഴമായ ദൈവീയ വചനങ്ങൾ കൊണ്ട് കർത്താവെ ഇന്ന് ആലയത്തിനകത്ത് മുഖരിതമാക്കിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് കർത്താവെ. ഹല്ലേലൂയ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളുടെ അകത്ത് വസിക്കുന്നു എന്നുള്ളത് തന്നെ കർത്താവേ. ഹല്ലേലൂയ അവൻ ഞങ്ങളുടെ അകത്ത് വസിക്കുന്നു. ഞങ്ങൾ അവനെ പോലെ ഹല്ലേലൂയ തത്തുല്യരായി ബലപ്പെട്ട് കർത്താവെ സാഹചര്യങ്ങളുടെ മീതെ അധികാരമുള്ളവരായി ബലമുള്ളവരായി ഇന്ന് പകൽ കർത്താവെ ഞങ്ങളുടെ സാഹചര്യങ്ങളോട് ഞങ്ങൾ കൽപ്പിക്കുകയാണ് തമ്പുരാനെ. ഹല്ലേലൂയ നന്ദി പിതാവേ. ഞങ്ങൾ ഇത്രത്തോളം ബലപ്പെടുത്തി കൃപയ്ക്കായ സ്തോത്രം. കൂടി വന്ന നിമിഷം മുതൽ കർത്താവെ ഹല്ലേലൂയ ജീവനുള്ള ആരാധനയായി കർത്താവെ നിന്നെ കർത്താവെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവെ. ബലപ്പെടുത്തുന്ന സങ്കീർത്തനങ്ങൾ കൊണ്ട് കർത്താവെ നീ ഞങ്ങളെ ഇന്ന് പകൽ ഒരിക്കൽ കൂടി ബലപ്പെടുത്തിയല്ലോ. ലിജുവിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊയർ ടീമിനായി സ്തോത്രം കർത്താവെ. നീ ചുമലിൽ അധികാരത്തോടെ ഞങ്ങളുടെ ദൈവദാസനെ ഇന്ന് അധികമോ ബലത്തോടെ ഞങ്ങളുടെ ഇടയിൽ കർത്താവെ ഉപയോഗിച്ചതിനായി സ്തോത്രം. ഒരു കർത്താവെ ആഴ്ചവട്ടം ജീവിക്കുവാൻ വേണ്ട ബലമുള്ള സങ്കീർത്തന ബലമുള്ള മന്ന കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ. ഞങ്ങളെ കർത്താവെ പ്രത്യേകമായിട്ട് ആ കാറിന്റെ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ദുഷ്ടൻ അപഹരിക്കാനുള്ളതല്ല, ഞങ്ങളുടെ ജീവനാവട്ടെ സ്വത്താകട്ടെ. ഹല്ലേലൂയ ആ സാഹചര്യത്തിന് മീതെ ഞങ്ങൾ സഭയായി ഇന്ന് കൽപ്പിക്കുകയാണ്. ഓ അത് നിലനിൽക്കുകയില്ല, അത് നിലനിൽക്കുകയില്ല. ഓ അപഹാരം നിലനിൽക്കുകയില്ല. അതിൻ്റെ മീതെ സ്വർഗം പരിഹാരം ഒരുക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമായ പരിഹാരം തമ്പുരാൻ അതിൻ്റെ മീതെ ഒരുക്കിയിട്ട് ഹല്ലേലൂയ ദൈവമേ ഒരു പെനി ഞങ്ങൾക്ക് നഷ്ടമില്ലാതെ ഓ തമ്പുരാൻ അത് പരിഹരിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ അവിടെ പരിഹാരം നടക്കട്ടെ. ഓ റഖ അവിടെ സ്വസ്ഥത ലഭിക്കാത്ത ചില മനസ്സുകൾ അവിടെ ഉണ്ടാവട്ടെ. അവരുടെ ഇടയിൽ ഹല്ലേലൂയ അത് ഉപേക്ഷിച്ച് പോകുവാൻ ഹല്ലേലൂയ പ്രയത്നം ഉപേക്ഷിച്ച് പോകുവാൻ അവരുടെ ഇടയിൽ തമ്പുരാൻ ഹല്ലേലൂയ പ്രവർത്തിക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഇടയിൽ കർത്താവ് ദൈവം ഉയർത്തിയ സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകമായി ഷാജു പാസ്റ്ററിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ്. 2 വർഷം അദ്ദേഹം കൊണ്ടു നടന്നതെങ്കിലും കർത്താവ് നാളെ ഹല്ലേലൂയ സർജറിക്ക് വിധേയമാകുമ്പോൾ തമ്പുരാൻ അല്ലലുകളില്ലാതെ ഹല്ലേലൂയ സകലതും കർത്താവ് അനുകൂലമാക്കി എല്ലാ ബയോമെട്രിക് ലെവലുകളും നോർമലാക്കി തമ്പുരാനെ ഹല്ലേലൂയ ഓ റഷദ ബല 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 ഹല്ലേലൂയ ദൈവമേ സർജറിയെ വലിയൊരു സക്സസ് ആക്കിയിട്ട് ഏറ്റവും വേഗത്തിൽ സൗഖ്യമായി ഭവനത്തിൽ മടങ്ങി വരുവാൻ ശുശ്രൂഷകളിൽ വ്യാപരിപ്പാൻ ദൈവമേ ആ ദൈവദാസനെ നീ സഹായിക്കണേ, ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയൊരു സാക്ഷി വിഷയമാക്കി തീർക്കണേ കർത്താവേ. ലിഷയ്ക്കായി പ്രത്യേക സ്തോത്രം ചെയ്തിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ ആ മകളുടെ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന അധികാത്മബലത്തിനും ഉൾക്കാഴ്ചകൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു യാക്കോബിനെ പോലെ കല്ല് തലണയായി വെച്ച് കിടന്നുറങ്ങേണ്ടി വന്നാലും ഒരു ഗോവയുടെ ദൂരം മാത്രം സ്വർഗത്തെ ദർശിക്കുന്നവളായി ഈ ദിവസങ്ങളിൽ കർത്താവേ അധികാത്മബലത്തിൽ നിന്റെ മകളെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ കർത്താവേ ഓ പുതിയത് നാൾതോറും പകർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ കുടുംബത്തിന് സഭയ്ക്ക് ബലമുള്ളവളായി നിർത്തണേ കർത്താവേ. തന്നിലൂടെ ഒഴുക്കുന്ന ആത്മീക ഗാനങ്ങൾക്കായി ഞങ്ങളതേറിയ കർത്താവേ ആത്മീക ബലം നൽകുന്നതിനായി ഞങ്ങൾ സ്തോത്രം. ഞങ്ങളെ കുടുംബത്തെ ഒരുമിച്ച് അനുഗ്രഹിക്കുകയാണ് കർത്താവേ. വലിയ തുറവികൾ കൊടുക്കണം, ആ തലമുറയെ നീ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ ഹല്ലേലൂയ പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ ബാധിക്കാതെ വേണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഏവരെയും പരിപാലിക്കണേ കർത്താവേ. ഹല്ലേലൂയ ആശുപത്രിയിൽ ജോലിക്കായി കടന്നു പോകുന്നവരുണ്ട് ദൈവമേ, വാഹനവുമായി പുറത്തു പോകുന്നവരുണ്ട്, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, മറ്റു ജോലിക്കായി പോകുന്നവരുണ്ട്, ഭവനത്തിലായിരിക്കുന്നവരുണ്ട്. ഏവരോടും കൂടെ നിന്റെ കൃപയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇനി ഒരിക്കൽ ഞങ്ങൾക്ക് സഭയായി കൂടി വരും വരെ വിരിക്കപ്പെട്ട നിന്റെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ പരിപാലിക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ ദേവദാസനെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അധികം നീ കർത്താവേ നിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ബലത്തോടെ നിർത്തണം കർത്താവേ. ഏറിയ അമ്പുകൾ കർത്താവെ തന്റെ നേർക്ക് വന്നാലും ഒരു പൊള്ളലോ പാടോ ഇല്ലാതെ തമ്പുരാൻ ബലത്തോടെ നിർത്തുമാറാകണമേ എന്ന് സഭയായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇത്രത്തോളം കരുതിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ ഇത്രത്തോളം പോഷിപ്പിച്ചതിനായി സ്തോത്രം. എല്ലാം മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ട കരുണയ്ക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ ബഹുമാസനത്തിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലോലോചന സഹകരണവും
നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പക്ഷം അവരുടെ മേലും പ്രദേശങ്ങളുടെ വേലകളുടെ മേലും ഇപ്പോഴും എപ്പോഴും തന്നെ രണ്ടാമത്തെ പരിപരി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേ. അറക്കപ്പെട്ട ദൈവജാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കടന്നു വന്ന എല്ലാവരുടെ നന്ദിയിരിക്കുന്നു. എല്ലാവർക്കും യഥാസ്ഥാനങ്ങളിൽ ഇരിക്കാം. ചില അനൗൺസ്മെൻറ്റ് പറഞ്ഞ് നമുക്ക് കഞ്ഞി കുടിച്ച് പിരിയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. നമ്മുടെ ബോക്സ് നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മറന്നിട്ടില്ല. നമ്മുടെ ഓഫറിങ്ങും അതുപോലെ ടൈറ്റും ഒക്കെ